ജനവിധി 2016 എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന മണ്ഡലം തിരൂർ മണ്ഡലമാണ്. തിരൂർ മണ്ഡലം 2005 LDF ഒരു തവണ LDFിലെ CPM സ്ഥാനാർത്ഥിയായിരുന്ന PP അബ്ദുള്ളക്കുട്ടി ഒരു തവണ ഇവിടെ ജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പും അതിനുശേഷവും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ UDFിനെ പിന്തുണച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് തിരൂർ നിയോജക മണ്ഡലം. ഈ തിരൂർ നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മൾ ഇന്നത്തെ MLA ആയ ശ്രീ C മമ്മൂട്ടി അവർകളാണ്. സ്വാഗതം ശ്രീ മമ്മൂട്ടി MLA. മറ്റത് CPMൻ്റെ സ്ഥാനാർത്ഥി, CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗഫൂർ P ലില്ലീസ് ഇവിടെ എത്തിയിട്ടില്ല. NDAയുടെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ MK ദേവിദാസനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സ്വാഗതം. അതുകൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായി ശ്രീ മമ്മൂട്ടി MLA, എന്താണ് ഈ ഇലക്ഷനിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക്, ഒരു മത്സരത്തിലേക്ക് താങ്കൾ എത്തിയിരിക്കുകയാണ്. ഈ ജനങ്ങളോട്, ഇവിടുത്തെ തിരൂരിലെ മണ്ഡലത്തിലെ ജനങ്ങളോട് എന്താണ് താങ്കൾക്ക് ഈ രണ്ടാമതൊരു ഊഴത്തിന് ശ്രമിക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് അവരുടെ മുമ്പിൽ വെക്കാനുള്ളത്? ഞാൻ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. 2011 ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ പ്രകടന പത്രികയിലൂടെ പറഞ്ഞിട്ടുള്ള 100% കാര്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം പാവപ്പെട്ട സാധാരണക്കാരായ വീടില്ലാത്ത ജനങ്ങൾക്ക് മുഴുവനും വീട് നിർമ്മിച്ചു കൊടുക്കും 5 വർഷം കൊണ്ട് എന്ന പുതിയ പ്രഖ്യാപനവുമായിട്ടാണ്, സുപ്രധാനമായ തീരുമാനവുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. തിരൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രകടന പത്രികയിലൂടെ പറഞ്ഞിട്ടുള്ള 100% കാര്യങ്ങൾ തിരൂർ നിയോജകമണ്ഡലം നടപ്പാക്കിക്കൊണ്ട് മലയാള സർവകലാശാല മുതൽ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം വരെ ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ എന്നിൽ അർപ്പിച്ചുള്ള വിശ്വാസത്തിന് കോട്ടം തട്ടാത്ത വിധം 100% സുതാര്യമായും സത്യസന്ധമായും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് വിനയത്തോട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തീർച്ചയായും ജനങ്ങളിൽ നിന്നുള്ള സമീപനങ്ങളിൽ നിന്ന് തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിന് വീണ്ടും തിരഞ്ഞെടുത്ത് വരും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ MLA പറഞ്ഞു 100% ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞു എന്ന്. ഇതിന് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള താങ്കൾക്ക് എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട മമ്മൂക്ക പറഞ്ഞ മാതിരി എല്ലാ വികസനവും അപൂർണതമായ ഒരവസ്ഥയിലാണ് നിന്നിട്ടിരിക്കുന്നത്. പ്രകടനപത്രിക പറഞ്ഞ ഒന്നും പൂർണ്ണതയിലെത്തിയിട്ടില്ല. NDAയുടെ ഭാഗത്തുനിന്ന് അതാണ് പ്രത്യേകം. ഇവിടുത്തെ റോഡ് ഗതാഗത കുരുക്കുകളായാലും പൂങ്ങോട്ടുകുളം മുതൽ പയ്യനങ്ങാടി വരെ ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത്, ഗതാഗത കുരുക്കുകൾ, റോഡ് നന്നായിട്ടുണ്ട്, ഹൈലൈൻ ലാമ്പ് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം സംഭവം തന്നെ. അടിസ്ഥാന സൗകര്യങ്ങളെ വളരെ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഈ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. അവർ മുദ്രാവാക്യത്തിൽ തന്നെ ഉണ്ട്, തുടരണം ഈ ഭരണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതുവരെ വളർച്ചയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം അതിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം കുറേ കാലങ്ങൾ UDFനുമായി ബന്ധപ്പെട്ടാണ് തിരൂർ നിയോജകമണ്ഡലം നിൽക്കുന്നത്. അതിലൊരു പ്രാവശ്യം മാത്രമേ LDF വന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിരിക്കുന്നത് കൊണ്ട് ഇവർ രണ്ടു കൂട്ടരും ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടതായ പ്രാഥമിക ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണ് ഇവിടെ ഇപ്പോൾ ഇലക്ഷനെ നേരിടുകയാണ് LDF, UDF, അതുപോലെ NDA മുന്നണി. നമ്മൾ തിരഞ്ഞെടുപ്പ് 140 മണ്ഡലങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. തിരൂരിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് ഇനി ഈ ഒരിടത്തെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മമ്മൂട്ടി സാഹിബിനോടാണ് ചോദ്യം. വിദ്യാഭ്യാസ രംഗത്ത് ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനമായി എന്നും ഒരു ചിരകാല സ്വപ്നമായിരുന്ന മലയാളം സർവകലാശാല, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മണ്ണിൽ അത് സ്ഥാപിക്കാൻ, അത് ആരംഭിക്കാനും പറഞ്ഞ തീയതിക്കകം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാനും കോഴ്സുകൾ കൃത്യമായി ആരംഭിക്കാനും അതിന് ഏറ്റവും അനുയോജ്യമായൊരു വൈസ് ചാൻസലറെ കണ്ടെത്തി നിയമിക്കാനും ആദ്യത്തെ 3 വർഷം കൊണ്ട് അവിടുത്തെ ബിരുദദാനം നിർവഹിക്കാനും അവിടെ എല്ലാം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നു. 100 ദിവസം കൊണ്ട് അതിന് കെട്ടിടം പണിയായി. ശേഷം അവിടെ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കി കഴിഞ്ഞു. എല്ലാം ഫുൾ ഫ്ലെഡ്ജായിട്ട് പൂർണ്ണമായി നടപ്പാക്കി കഴിഞ്ഞു. രണ്ടാമത്തത് സർവകലാശാല മുതൽ പ്രൈമറി തലം വരെ നിലവാരം ഉയർത്തുന്ന സംവിധാനമാണ്
വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ആവിഷ്കരിച്ചൊരു പദ്ധതിയായിട്ട് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയൊരു നിയോജക മണ്ഡലമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 99 സ്കൂളാണ് ഈ നിയോജക മണ്ഡലത്തിൽ ഗവൺമെൻറ്റും എയ്ഡഡ് സ്കൂളുമായിട്ടുണ്ടായിരുന്നത്. ആ 99 സ്കൂളിൽ നേരിട്ടൊരു ജനപ്രതിനിധികൾക്ക് ഞാൻ അവിടെ സന്ദർശനം നടത്തി, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു, അവിടുത്തെ PTA കമ്മിറ്റിയുമായി ചർച്ച ചെയ്തു, പൂർവ്വ വിദ്യാസംഘടനകളുമായി സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്ക് എന്താണ് ഇവിടെ ആവശ്യമുള്ളത് എന്നവരോട് ചോദിച്ചു. അവർ നൽകിയ വിവരമനുസരിച്ച് എല്ലാ സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളും കെട്ടിടം കൊടുത്തു. അതിനു പുറമെ മൂത്രപ്പുര പോലെയുള്ള പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഫണ്ട് കൊടുത്തു. നിലവിൽ പഴയ കെട്ടിടമുള്ള ഗവൺമെൻറ് സ്കൂളുകളുടെ സിമൻറ്റ് തറയൊക്കെ പൊളിച്ചു മാറ്റി റെക്ടിഫൈഡ് ടൈല് വിരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള മനോഹരമായ പെയിൻ്റ് അടിച്ച് ഗ്രീൻ ബോർഡ് വെച്ച് എല്ലാ സംവിധാനങ്ങളോടുകൂടി ഒരുക്കുകയുണ്ടായി. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ, സാധാരണക്കാരായ കുട്ടികൾ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളുമായി മത്സരിക്കുമ്പോൾ മത്സരക്ഷമത കുറഞ്ഞു വരികയാണ്, കോമ്പറ്റൻസ് കുറയുന്നു. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് പഠിക്കുന്ന ബുദ്ധിയുള്ള കുട്ടികളാണ് സാധാരണക്കാരായ കുട്ടികൾ. അവർ പഠിക്കുന്ന എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഭാഷ ഒരു വലിയ പ്രശ്നമായി കാണും. ഭാഷാ നൈപുണ്യമില്ലാത്തതിൻ്റെ പേരിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന സാധാരണക്കാരുടെ കുട്ടികൾ ഉന്നത തലങ്ങളിലേക്ക് പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ പോകാനും മത്സരപരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് ഭാഷ ഒരു പ്രധാന ഘടകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ 99 സ്കൂളുകളിലും ബഹുഭാഷ നൈപുണ്യം നേടുന്നതിന് മൾട്ടി ലാംഗ്വേജ് ലാബ് സ്ഥാപിക്കാനും അതിന് ഫണ്ട് കൊടുത്തു. ആ നിലയ്ക്ക് എല്ലാ സ്കൂളുകളും സ്ഥാപിക്കുകയും ചെയ്തു. ചില സ്കൂളുകളിൽ അത് സ്ഥാപിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് വെല്ലെണ്ണാവുന്ന സ്കൂളുകൾ, അതും സ്വകാര്യ സ്കൂളുകൾ, അവർ സൗകര്യം ഒരുക്കിയതിന് ശേഷം അറിയിക്കുന്നതനുസരിച്ച് കൊടുക്കും എന്ന് അതിൻ്റെ ഫണ്ട് പൂർണ്ണമായും കലക്ടർക്കും കൈമാറി ആ കാര്യവും നിർവഹിച്ചു. പിന്നെ നമ്മുടെ മേഖലയിലുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള ഓരോ കാര്യങ്ങളും കാലികമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് നിരന്തരമായി ഡയറ്റ് കേന്ദ്രീകരിച്ചുള്ള സംവിധാനം ഒരുക്കി. അങ്ങനെ കേരളത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയതും പൂർത്തിയായതുമായൊരു മണ്ഡലം തിരൂർ നിയോജക മണ്ഡലമാണ്. മറ്റെന്തെങ്കിലും? ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാഹിബിനോടാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ഈ തിരൂർ മേഖലയിൽ സാധാരണക്കാരൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരാവശ്യമാണ് റോഡ് വളരെ സുരക്ഷിതമായി മുറിച്ച് കിടക്കുക എന്നുള്ളത്. അത് നമ്മുടെ തിരൂർ ബോയ്സ് ഹൈസ്കൂളിൻ്റെ അവിടെ ആയാലും താഴെപ്പാലമായാലും സിറ്റിയിലായാലും വളരെ ഗതാഗത കുരുക്കുള്ള സമയത്ത് സാധാരണക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാൻ സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ പോലും പ്രായോഗികമല്ലാത്തൊരവസ്ഥയാണുള്ളത്. ഈ ഒരു അവസ്ഥയ്ക്ക് അങ്ങ് കഴിഞ്ഞ 10 വർഷമായിട്ട് തിരൂർ മണ്ഡലത്തിൽ, കഴിഞ്ഞ 5 വർഷമായിട്ട് തിരൂർ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചാണ്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നൊരു വിഷയമാണത്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തിരൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ റോഡുകളും റബ്ബറൈസ് ചെയ്തുകൊണ്ട് പൂർണ്ണമാക്കി എന്ന അഭിമാനത്തോട് ഞാൻ പറയട്ടെ. റബ്ബറൈസ് ചെയ്തതിന് ശേഷം കണ്ണാടി പോലെയുള്ള റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾ അപകടങ്ങൾ വിളിച്ചു വരുന്നു. അതിന് പരിഹാരമായി കണ്ടിട്ടുള്ളത് പരിഹാരമായി കാണുന്നത് സീബ്ര ലൈനാണ്. സീബ്ര ലൈനാണ് ദേശീയ തലത്തിൽ ഇന്ത്യയിൽ മുഴുവനും റോഡ് മുറിച്ചു കടക്കാൻ ഉള്ള സംവിധാനം. അത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ റബ്ബറൈസ് ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ളതുമായി എല്ലാ സ്ഥലങ്ങളിലും സീബ്ര ലൈന് വരച്ചിട്ടുണ്ട്. അതിലൂടെ കടക്കുക എന്ന ഒരു യാഥാർത്ഥ്യമാണ് കേരളവും ദേശീയ തലത്തിലും അംഗീകരിച്ചിട്ടുള്ളത്. അത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സമ്പൂർണ്ണമായി ഗ്രാമീണ റോഡുകളടക്കം കുണ്ടും കുഴിയും ദുർഘടമായ വഴിയുമായിരുന്നു 5 വർഷം മുമ്പ്. 5 വർഷം മുമ്പ് ഇവിടെ ഭരിച്ചത് ഇടതുമുന്നണിയാണ്, ഇടതുമുന്നണിയുടെ പ്രതിനിധിയുമാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ് ഞാൻ 5 വർഷം കൂടെ വരുമ്പോൾ എന്നെ വരവേറ്റത്. ഏറ്റവും കൂടുതൽ പ്രശ്നം ജനങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു, പ്രസവം പോലും റോഡിൽ നടന്നു എന്ന് സരസമായി പലരും പ്രസംഗത്തിലും ചർച്ചയിലും പറയാറുണ്ട്. ആ റോഡുകളാണിപ്പോൾ ഉറങ്ങിപ്പോകുന്ന റോഡുകളായി മാറിയിരിക്കുന്നത്. അമിതമായ സ്പീഡ് കൊണ്ട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെതായ സംവിധാനങ്ങളും കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. പ്രധാന ബൈപ്പാസ് റോഡ്, അതിൻ്റെ പണി ഇപ്പോഴും അത് ഒരു ഒച്ചിൻ്റെ വേഗത്തിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? 5 വർഷം മുമ്പ് ഇവിടെ ഇടതുമുന്നണി ഭരിച്ചപ്പോൾ ഒന്നും ചെയ്യാതെ മണ്ണായി കിടന്ന റോഡാണ്. അതിനു മുമ്പ് ET മുഹമ്മദ് ബഷീർ MLA ആയപ്പോഴാണ് ബൈപ്പാസ് എന്നൊരു ആശയം കൊണ്ടുവരികയും അതിനുവേണ്ടി സംവിധാനം ചെയ്യുകയും ചെയ്തു. ഞാനിവിടെ MLA ആയതിനു ശേഷം ആദ്യമായി ചെയ്ത് ആ പോലീസിന് ബൈപ്പാസ് റോഡ് ടാർ ചെയ്യുകയായിരുന്നു. ടാർ ചെയ്തപ്പോൾ അക്കരെ കിടന്ന് റെയിൽ പാലമുണ്ട്.
ആ റെയിൽ പാലത്തിന് വേണ്ടി മുത്തൂർ റെയിൽ പാലത്തിന് ഫണ്ട് കൊണ്ടുവന്നു. 15 കോടി രൂപ അനുവദിച്ചു, കരാർ കൊടുത്ത് പണി നടക്കുകയാണ്. തകൃതിയായി അവിടെ നിന്ന് പോയി നോക്കിയാറിയാം, ഭംഗിയായി തകൃതിയായി ത്വരിതയിൽ പണി നടക്കുകയാണ്. നിലവിലുള്ള ഫ്ലൈ ഓവറിന് വീതി കൂട്ടി. ഈ ഗതാഗതക്കുരുക്ക് നീക്കുന്നതിന് വേണ്ടി ചമ്രവട്ടം തുറന്നതോടുകൂടി വാഹനത്തിൻ്റെ ഒഴുക്ക് കൂടി. അതിനനുസൃതമായി തിരൂർ നഗരത്തിലെ റോഡുകൾ വീതി കൂട്ടാൻ അനിവാര്യമായതുകൊണ്ട് ഇവിടെയിലെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അവർ കച്ചവടക്കാരുടെയും മുനിസിപ്പാലിറ്റിയുടെയും ജനങ്ങളുടെയും ഉടമകളുടെയൊക്കെ ഒരു യോഗം വിളിച്ചുകൂട്ടി പരിഹാരം കാണണമെന്ന് പറഞ്ഞ് എല്ലാവരും സഹകരിച്ചു. 41 വർഷക്കാലം ചുവപ്പ് നാടയിൽ കൊടുക്കുന്ന സിറ്റി ജംഗ്ഷൻ താഴെപ്പാലം വീതി കൂട്ടി 9 മീറ്റർ 14 മീറ്റർ വീതി കൂട്ടുകയും 14 മീറ്റർ ആയത് റബറൈസ് ചെയ്യുകയും മനോഹരമായി ഗതാഗതക്കുരുക്കിന് ആശ്വാസം എന്ന നിലക്ക് ആ നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്നതുകൂടി ഞാൻ ഇവിടെ വ്യക്തമാക്കാം. ബഹുമാനപ്പെട്ട MLA, ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയ പദ്ധതികളിൽ കേന്ദ്ര വിഹിതം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? സാധാരണ പറയാം, ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ഫണ്ട് കൊടുക്കും, നിശ്ചിത ശതമാനം കൊടുക്കും, ബാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ് ഷെയർ ഉണ്ടാവും. ഇപ്പം നബാർഡിൻ്റെ പദ്ധതി, അതുപോലെ തന്നെ NRHMൻ്റെ പദ്ധതികൾ, അങ്ങനെയുള്ള പദ്ധതികൾ കാലാകാലങ്ങളിലായി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. അത് ഗവൺമെൻറ് നിന്ന് വാങ്ങിക്കും, വായ്പയായിട്ട് വാങ്ങും, തിരിച്ചടക്കേണ്ടതുണ്ടാകും. അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുകയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ റോഡ് ഗതാഗതത്തിൽ തീരദേശ പദ്ധതിക്ക് വേണ്ടി ദേശീയ ഗവൺമെൻറ്റാണ് തരേണ്ടിയിരുന്നത്. പക്ഷേ ഫണ്ടിന് കാത്തു നിൽക്കാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചാണ് തീരദേശ മേഖലയിലുള്ള ആ റോഡിൻ്റെ പണി നടത്തിയിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള റോഡിൻ്റെ ഗതാഗതം പൂർണ്ണമായ ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്. ഇനി വരാൻ പോകുന്ന ഓങ്കോളജിയുടെ സ്പെഷ്യാലിറ്റി കോംപ്ലക്സിന് വളരെ മുമ്പ് തന്നെ തയ്യാറാക്കി കഴിഞ്ഞ UPA ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് തന്നെ കൊടുത്ത പ്രപ്പോസലായിരുന്നു ഈ ഓങ്കോളജി സ്പെഷ്യാലിറ്റി കോംപ്ലക്സിന് വേണ്ടി ഫണ്ട് അനുവദിക്കാനുള്ള പ്രപ്പോസൽ. സ്വാഭാവികമായും ആ ഫണ്ട് അനുവദിച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ് നടപടിയെടുത്ത് അംഗീകരിച്ച് അത് അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓങ്കോളജിക്ക് 36.70 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച് ലിനാക് എന്ന് പറയുന്ന സംവിധാനത്തോടു കൂടി അവിടെ വലിയൊരു സ്പെഷ്യാലിറ്റി കോംപ്ലക്സ് വരിക. അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു, ടെൻഡർ കൊടുത്ത് അതിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ അത് ഒരു സ്വാഭാവികമായും ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സ്ഥിരമായിട്ടുണ്ടാകുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊണ്ടുവരും, അത് നടപ്പാക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ് തിരിച്ചടക്കും, അത് ഗ്രാൻഡായിട്ട് കിട്ടേണ്ട ഗ്രാൻഡായിട്ട് കിട്ടും. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരസ്പര പൂർവ്വങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് സാധാരണ എത്രയോ ഫണ്ടുകൾ സ്വാഭാവികമായിട്ടും നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ട്, അതനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി സാഹിബിനോടാണ് ചോദ്യം. അർഹരെ തേടി ആനുകൂല്യം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപേക്ഷ കിട്ടിയ എല്ലാ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും നൽകാൻ സാധിച്ചിട്ടുണ്ടോ? അത് ഏതൊക്കെ വിഭാഗത്തിനാണ് കൊടുത്തത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു. പക്ഷേ ആനുകൂല്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കുക. സ്വാഭാവികമായും ജനങ്ങൾക്ക് എത്തണമെന്ന ഉത്കടമായ ആഗ്രഹത്തെ തുടർന്ന് ബിയാങ്കോയിലും സാംസ്കാരിക സമുച്ചയത്തിലും ഏതാണ്ട് 1700ഓളം സന്നദ്ധ സംഘടനകളുടെയും സർവ്വ രാഷ്ട്രീയ കക്ഷികളുടെയും ക്ഷേത്ര സമിതിയുടെയും മഹല്ല് ഭാരവാഹികളുടെയും ചർച്ച് ഭാരവാഹികളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സേവാസംഘം ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും പ്രത്യേക പ്രതിനിധികളുടെ യോഗം വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ടി എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്നു എന്ന് അവർക്കൊരു ക്ലാസ് കൊടുത്തു, ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞു കൊടുത്തു. അതിനുള്ള അപേക്ഷാ ഫോറങ്ങൾ സൗജന്യമായി MLA ഓഫീസ് ലഭ്യമാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12,000 അപേക്ഷകൾ എനിക്ക് ലഭിച്ചു. ആ 12,000 അപേക്ഷകളിന്മേലും തീരുമാനമെടുത്തു. ആ 12,000 കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യങ്ങൾ കൊടുത്തു. ഏറ്റവും കുറഞ്ഞ ആനുകൂല്യം 3,000 ഉറുപ്പിക മുതൽ 7 ലക്ഷം രൂപയുടെ കോക്ലിയർ ഇംപ്ലാന്റേഷന് വേണ്ടി കുട്ടികൾക്ക്, ചെവി കേൾക്കാത്ത കുട്ടികൾ കേൾപ്പിക്കുന്ന ഓപ്പറേഷനാണ്. അതുവരെയുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വളരെ ഭംഗിയായി ചെയ്തു കൊടുത്തു. ആക്സിഡൻറ്റിൽ ആര് മരിച്ചാലും 1 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ടുണ്ട്. മുങ്ങി മരിക്കുന്നവർക്ക് 2 ലക്ഷം രൂപ വരെ കൊടുത്തിട്ടുണ്ട്. അപകടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ 6-7 ലക്ഷം ഉറുപ്പിക വരെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായി ഇതിന് ഒരു വ്യത്യാസവുമില്ലാത്ത ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ എൻ്റെ ഈ നിയോജകമണ്ഡല പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത അതാണ്.
ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരു MLA എന്ന നിലക്ക് അത് 100% സുതാര്യമായും സത്യസന്ധമായും നിർവഹിച്ചിട്ടുണ്ട്. ഈ 12,000 കുടുംബങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. സാർ, അതിൻ്റെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, തിരൂർ മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്കൊരു പുഴയുടെ സാന്നിധ്യമുണ്ട്. ഈ നമ്മളെ ഈ സംസ്ഥാന സർക്കാരിന് ഈ പുഴയൊന്ന് ഈ മാലിന്യമായി കിടക്കുന്ന പുഴയെ ഒന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു നമ്മൾ ഒരുപാട് കണ്ടതാണ് അവിടുത്തെ ഒരു ദയനീയമായ അവസ്ഥ. ഫലപ്രദമായ രീതിയിൽ അത് നടപ്പാക്കാൻ ഇനിയും സാധിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴും അതിലേക്ക് അഴുക്കുകൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണ് അതിനെ സംബന്ധിച്ച്? ഈ മലിനപ്പെടുത്തുക എന്നുള്ള പ്രക്രിയ നടക്കുന്നത് നമ്മൾ കൊണ്ടുപോയി ഇടുന്ന മാലിന്യങ്ങളാണ് പുഴ വഹിക്കുന്നത്. പുഴയതായ ഒരു മാലിന്യം ആ മാലിന്യം തള്ളി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മാലിന്യ നിബിദ്ധമായ ഒരു അവസ്ഥയിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന പുഴയെക്കുറിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ച സമ്മേളനത്തെ തുടർന്ന് ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പുഴ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരൂർ പൊന്നാനിപ്പുഴ മാത്രമാണ് എന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. 70 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ആ പുഴ മാലിന്യം തുടച്ചു വെക്കുന്നതിന് അളവ് നടത്തിയപ്പോൾ 65,000 ക്യൂബിക് മീറ്റർ മാലിന്യമാണ് പാലത്തിൻ്റെ അടിയിലും പുഴയുടെ സെൻട്രലുമായിട്ടുള്ളത്. ഇപ്പോൾ പാലത്തിൻ്റെ മുകളിൽ മാലിന്യം കയറ്റി ലോറി വരും, തള്ളിയിട്ട് പോവുകയാണ്. അങ്ങനെ അത് മുഴുവനും മാലിന്യം തുടച്ചു നീക്കി നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റം രാവിലെ ഭാര്യയോ അല്ലെങ്കിൽ ജീവനക്കാരോ വേലക്കാരോ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വീണ്ടും അവിടെ മാലിന്യം കൊണ്ടിട്ടാൽ ആ തൂത്തുവാരുന്ന അവരുടെ കുറ്റമല്ല. അവർ ചെയ്ത ഏറ്റവും വലിയ സേവനമാണ് അത് വൃത്തിയാക്കുക എന്നുള്ളത്. അതിന് തടയാനുള്ള ഏക മാർഗം മാലിന്യം പുഴയിലേക്ക് ഒഴുക്കാതിരിക്കാൻ അതിനുള്ള അവബോധം കൊടുത്ത് നടപടി സ്വീകരിക്കുകയും ആ മാലിന്യം ഒഴുക്കുന്നത് തടയുന്നതിനാവശ്യമായ സംവിധാനം കൊടുക്കുകയും ചെയ്യാണ്. അത് ഓരോ പ്രാദേശികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ചാനൽ പുറത്തുവിട്ടതാണ് മുനിസിപ്പാലിറ്റിൻ്റെ മാലിന്യം കൊണ്ടുപോയിട്ട് പുഴയിൽ ഒഴുക്കുന്ന കാര്യം. മുനിസിപ്പാലിറ്റി ഒഴിക്കാലും ജനങ്ങൾ ഒഴിക്കാലും ആരൊഴിക്കാലും മഹാ തെറ്റാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് ഇനി മലിനപ്പെടുത്തുന്നത് എന്നുള്ള ആ ദുഃഖം പേറിക്കൊണ്ട് അതിനെ പൂർണ്ണമായും ശുദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചു. മലയാള മനോരമ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് 1912 ജൂൺ 26 മുഖപ്രസംഗം പോലും എൻ്റെ പേര് വെച്ചുകൊണ്ട് എഴുതിയത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇപ്പോൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇതിന് പരിഹാരമായിട്ട് എന്താണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ താങ്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്? കുടിവെള്ള പ്രശ്നം എന്നുള്ളത് ഞാനിവിടെ വന്നപ്പോൾ ഊഷര ഭൂമിയായിട്ടുള്ള വളവന്നൂർ കൽപ്പകഞ്ചേരി തലക്കാട് വെട്ടം ഈ മുനിസിപ്പാലിറ്റിയിലെ പഴയ പൈപ്പുകൾ ഇതൊക്കെയായിരുന്നു എൻ്റെ മുമ്പിലുള്ള വിഷയങ്ങൾ. ഒരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. ഒരു കിണർ കുഴിച്ച് ഒരു മോട്ടോർ വെച്ച് കൊടുത്താൽ 5, 6 അല്ലെ 10 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കുടിക്കാൻ കഴിയും. കുറച്ച് കഴിയുമ്പോൾ വറ്റിപ്പോവും. ശാശ്വതമായി പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. അതുകൊണ്ട് ശാശ്വതമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഭാരതപ്പുഴയിൽ നിന്നോ അല്ലെങ്കിൽ നല്ല സോഴ്സുള്ള പുഴയിൽ നിന്ന് പൈപ്പിലൂടെ സുലഭമായി വെള്ളം കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന പൈപ്പ് ലൈൻ സ്ഥാപിച്ചാൽ മാത്രമേ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളവന്നൂർ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ ഒരു പദ്ധതി കൊണ്ടുവന്നു, 26.5 കോടി രൂപയുടെ പദ്ധതി. ഇത് പറയുമ്പോൾ വളവന്നൂർ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ തിരുനാവായ കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച ഘട്ടത്തിൽ വളവന്നൂരും കൽപ്പകഞ്ചേരിയും ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് 2006 നിലവിൽ വന്നതിന് ശേഷമാണ് ആ 2 പഞ്ചായത്ത് അതിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടത്. ആ നീക്കം ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചപ്പോൾ ഫണ്ടിൻ്റെ കുറവ് വന്നപ്പോൾ അത് പഞ്ചായത്ത് നീക്കി ഫണ്ട് കൂടുതൽ അനുവദിച്ചില്ല. അങ്ങനെ ആ പദ്ധതി 26 കോടി രൂപ അതിന് പകരമായി ഈ വളവന്നൂർ കൽപ്പകഞ്ചേരി പദ്ധതിക്ക് പഞ്ചായത്തിന് കൊണ്ടുവരികയും ആ പദ്ധതിയുടെ പ്രവർത്തനം 2015 അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണഗതിയിൽ 30 വർഷവും 25 വർഷമൊക്കെ എടുക്കുന്ന കുടിവെള്ള പദ്ധതിയിൽ അത്ഭുതമെന്ന് പറയട്ടെ, വളവന്നൂർ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് 2015 ആരംഭിച്ച് ഇപ്പോൾ അതിൻ്റെ 60% പണി പൂർത്തീകരിച്ചു. അവിടുത്തെ ടാങ്ക് സ്ഥാപിച്ചു കഴിഞ്ഞു. 2 സ്ഥലത്ത് ടാങ്ക് സ്ഥാപിച്ചു കഴിഞ്ഞു. പൈപ്പ് ലൈൻ ലേ ചെയ്യുന്ന നടപടിയാണ്. ആ ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായും കിട്ടും. തീരദേശ മേഖലയായ വെട്ടത്തും അനുബന്ധ പഞ്ചായത്ത് തലക്കാടും 33 കോടി രൂപയുടെ മറ്റൊരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതിയുടെ ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. തിരൂർ നഗരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷമം പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുക. കാരണം 42 വർഷം പഴക്കമുള്ള പൈപ്പാണുള്ളത്. ഓവറായിട്ട് ഹൈ പ്രഷറിൽ വെള്ളം അടിക്കുമ്പോൾ പൈപ്പ് പൊട്ടുകയാണ്. ഇതിന് പരിഹാര മാർഗം പൈപ്പ് മാറ്റുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി പദ്ധതി 20 കോടി രൂപ വരും.
ആ 20 കോടി രൂപയും ഗവൺമെൻറ് അനുവദിച്ചു, കരാർ കൊടുത്തു. ഇപ്പോൾ നഗരത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന പൈപ്പ് റീപ്ലേസ്മെൻറ്റ് എന്ന പദ്ധതി നടപ്പാക്കുക. അത് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ പ്രശ്നവും തീരും. മൊത്തം 135 കോടി രൂപ കുടിവെള്ള പദ്ധതി പരിഹരിക്കുന്നതിന് മാത്രമായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അനുവദിച്ചു. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് തിരുവനന്തപുരം. അതോടുകൂടി കുടിവെള്ള പ്രശ്നം പരിപൂർണമായി സമ്പൂർണ്ണമായി കുടിവെള്ള പ്രശ്നത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. മറ്റത് ഞാൻ ചോദിക്കുന്നത് 2 മുന്നണി സ്ഥാനാർത്ഥികളോടുകൂടിയാണ്. ഇവിടെ നേരത്തെ ഫാരിസ് അബൂബക്കറിനെ പോലുള്ള വലിയ വ്യവസായികളെ, വെറുക്കപ്പെട്ട ആളുകൾ, കളങ്കിത വ്യക്തിത്വങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് VS അച്യുതാനന്ദനെ പോലുള്ള ആളുകൾ എതിർക്കേണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഏറ്റവും രസകരമായ അവസ്ഥ, ഇപ്പോൾ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ മലപ്പുറം ജില്ലയിലെ പല സീറ്റുകളിലും ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് 2 മുന്നണികളുടെയും അഭിപ്രായം വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ഇതിൻ്റെ അഭിപ്രായം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവരുടെ ഉൾകക്ഷി ചർച്ചയിലുള്ള ഒരു വിഷയം NDA സ്ഥാനാർത്ഥി എന്ന രീതിയിലല്ല പറയേണ്ടത്, ജനങ്ങളാണ് അതിന് മറുപടി പറയേണ്ടത്. എൻ്റെ അഭിപ്രായം, ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അതത് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ടവർക്ക് കൊടുക്കണം. കോർപ്പറേറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉന്നതങ്ങൾക്കോ അല്ല കൊടുക്കേണ്ടത്. കാരണം ഈ പാർട്ടിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന SFIക്കാർ, DYFIക്കാർ, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഒരു പാർട്ടിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത് ചെറുപ്പം മുതലേ ഇടികൊണ്ട് കഷ്ടപ്പെട്ട് സമരങ്ങൾ നയിച്ച് ലാത്തി ചാർജ് ഏറ്റ് ലോക്കപ്പിൽ പോയി ജയിലിൽ കിടന്ന് അങ്ങനെ ത്യാഗോജ്വലമായ ഒരു അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന കൃഷ്ണപിള്ളയെ പോലെയും AKG പോലെയുള്ള മഹാന്മാരായ നേതാക്കന്മാർ പടുത്തുയർത്തത് പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടുമാണ്. അത്തരമൊരു പാർട്ടി കൊടുക്കേണ്ടിയിരുന്നത് ഏതെങ്കിലും SFIക്കാർക്കോ DYFIക്കാർക്കോ ആയിരുന്നു. പക്ഷെ അവരുടെ തീരുമാനം അവരെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് മത്സരിക്കാൻ അവസരം, അതുവഴി അദ്ദേഹത്തിന് ഒരു ബ്രാൻഡ് ചെയ്യപ്പെടും. ഇത് ഒരു സമൂഹത്തിൽ ഒരു അഡ്രസ്സ് ഉണ്ടായിത്തീരും. ആ അഡ്രസ്സ് ഉണ്ടായാൽ ജയിച്ചാലും തോറ്റാലും പിന്നീട് പാർട്ടിയുടെ പ്രവർത്തനം ഗുണകരമായി ഭവിക്കും. അങ്ങനെയുള്ള ഒരു സമീപനമാണ് സാധാരണഗതിയിൽ പാർട്ടി സ്വീകരിക്കേണ്ടത് എന്നാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ, വിദ്യാർത്ഥി രാഷ്ട്രീയ, യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരാളെന്ന എൻ്റെ അഭിപ്രായം. LDF സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇത് താങ്കൾ കടന്നു വരുമ്പോൾ ഇത് സംബന്ധിച്ച ഒരു ചോദ്യമാണ്, അതിനൊരു മറുപടിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ കക്ഷികളോടാണ് ചോദിച്ചത്, ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ, പാർട്ടിക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റിൽ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകളായിട്ട് വരുന്ന ആളുകളെ അവരോധിക്കുന്നു എന്നുള്ള സംബന്ധമാണ് ചോദ്യം ഉയർന്നു വന്നത്. അതിനെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞത്. ഏത് പാർട്ടിക്ക് അനുവദിച്ച, മുസ്ലിം ലീഗിന് അനുവദിച്ച സീറ്റിനെ സംബന്ധിച്ചാണോ ചോദിച്ചത്, അതോ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് അനുവദിച്ച സീറ്റിനെ സംബന്ധിച്ചോ ചോദിച്ചത്? അല്ല, ഇവിടുത്തെ LDF കേരളത്തിൽ ഇപ്പോൾ അവർ പറയുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ പല സീറ്റുകളിലും ഇങ്ങനെയുള്ള ഒരു പ്രവണത കാണുന്നു. അത് എത്രത്തോളം ഗുണകരമാണോ? ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ള ജനപ്രതിനിധിയോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ അബ്ദുൽ വഹാബ് ആരാണ്? അബ്ദുൽ വഹാബ് ഏത് തരത്തിലുള്ള കോർപ്പറേറ്റാണ്? യൂനസ് കുഞ്ഞിന് മലപ്പുറത്ത് സീറ്റ് കൊടുത്തത് ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ്? ഇവർക്കൊക്കെ എന്ത് സംഘടനാ പാരമ്പര്യമുള്ളത്? പിന്നെ എൻ്റെ സീറ്റിനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ 14ാമത്തെ വയസ്സിൽ SFIയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. SFIയുടെ തിരൂർ ഏരിയ ഭാരവാഹിയെ കൊണ്ട് ദീർഘകാലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരൂർ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട DYFIയുടെ ഭാരവാഹിയായിക്കൊണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവാസിയായി ജീവിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അവിടുത്തെ പ്രവാസി സമൂഹത്തിനിടയിൽ അവിടുത്തെ ഇടതുപക്ഷ സാംസ്കാരിക സംഘടനകളായിട്ടുള്ള കേരള സോഷ്യൽ സെൻറ്റർ, അബുദാബി ശക്തി തിയേറ്റേഴ്സ്, അബുദാബി മലയാളി സമാജം എന്നിത്യാദി സംഘടനകൾ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനും സഹയാത്രികനുമായിക്കൊണ്ട് ഞാനുണ്ടായിരുന്നു. എൻ്റെ പൊതുപ്രവർത്തനത്തെ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്ന ആളുകൾ തങ്ങൾക്ക് 2 കാലും മന്തുള്ള ആളുകൾ കാല് വെള്ളത്തിലിറക്കി വെച്ചുകൊണ്ട് ഒരു കാലിൽ ഒറ്റക്കാലിലുള്ള ആളെ മന്ദൻ എന്ന് വിളിക്കുന്ന രൂപത്തിലുള്ള സംസാരമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ വില കുറഞ്ഞ വർത്തമാനം മാത്രമാണ്. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞു. എനിക്ക് നമ്മളുടെ എല്ലാവരുടെ MLA ആയിട്ടുള്ള മമ്മൂട്ടി സാഹിബിനോടാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ MLA ആയിട്ട് ഇവിടുന്ന് പോയിട്ടുള്ള ആളാണ് അദ്ദേഹം. നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെൻറ് കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷ സമുദായങ്ങളെന്ന് പറഞ്ഞിട്ട്. അതിൽ കുറേ കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. വിധവകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സ്ത്രീ വിധവയായാൽ
അതിൽ ന്യൂനപക്ഷത്തിന് പ്രത്യേക തുക, ഭൂരിപക്ഷത്തിന് പ്രത്യേക തുക, വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ അവിടെയും ന്യൂനപക്ഷം ഭൂരിപക്ഷം, എല്ലാ കാര്യത്തിലും ഇങ്ങനെ ചേരിതിരിവ് കാണിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. ഇത് ഇവിടെ നിന്ന് MLA ആയി പോയിട്ടുള്ള താങ്കൾ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട ഹൈന്ദവരുടെയും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട എല്ലാവരുടെയും വോട്ട് വാങ്ങി പോയിട്ട് ഇവർക്ക് വേണ്ടി എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഞങ്ങൾക്കെതിരില്ല, കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ ഭൂരിപക്ഷങ്ങൾക്കും കൊടുക്കണം പാവപ്പെട്ടവർക്ക് എന്ന് ആ ഒരു നിലപാട് എന്താണ് ഗവൺമെൻറ് എടുത്തത് എന്നുള്ള തീരുമാനം എന്ന് പറയും. ഇവിടെ വീട് കൊടുക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് ഗ്രാമസഭ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകളെ തീരുമാനിക്കുന്നത് ഗ്രാമസഭയിൽ വെച്ച് പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ തീരുമാനിക്കുമ്പോൾ ജാതിയോ മതമോ നോക്കിയിട്ടില്ല, അങ്ങനെ നോക്കാറുമില്ല. നമ്പർ 1. ന്യൂനപക്ഷ വിഭാഗത്തിന് കൊടുക്കുന്ന പ്രൈം മിനിസ്റ്ററുടെ പദ്ധതി അനുസരിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദേശീയ അടിസ്ഥാനത്തിൽ പിന്നോക്കം നിൽക്കുന്ന സാമൂഹികമായി പിന്നോക്കുന്ന നിയോ ബുദ്ധിസ്റ്റ് മുസ്ലിംസ് ആണ് എന്ന് ദേശീയ ഗവൺമെൻറ് നടത്തിയ പഠനത്തിൽ തെളിയിച്ചതനുസരിച്ച് ഉണ്ടാക്കിയ 1981 പദ്ധതി അനുസരിച്ചാണ് അവരുടെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു സംവിധാനം ചെയ്തത്. ഇവിടെ ആദിവാസികൾ, തീരദേശ മേഖലയുള്ളവർ, SC SC, പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് ഇനം തിരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റിയാണ്. മൈനോറിറ്റിക്ക് വേണ്ടി ദേശീയ ഗവൺമെൻറ് ഉണ്ടാക്കിയ പാർപ്പിട പദ്ധതിയും ആ ദേശീയ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് അവർക്കേ കൊടുക്കാൻ പാടുള്ളൂ, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതി. ഇവിടെ ന്യൂനപക്ഷമാണ് നിയോ ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ല, ബുദ്ധമതക്കാരാണ്. അതുപോലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എത്രയോ ഹൈന്ദവ സമൂഹങ്ങൾ 95% ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്? അത് ദേശീയ ഗവൺമെൻറ് പാസ്സാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന മൈനോറിറ്റിയുടെ ഫണ്ടുകൾ മുഴുവനും ആ രീതിയിൽ ദേശീയ ഗവൺമെൻറ് എടുത്ത പദ്ധതിയാണ്. കേരള ഗവൺമെൻറ് ഗൃഹ പദ്ധതി ഉണ്ടാക്കിയതൊക്കെ പൂർണ്ണമായും ഗ്രാമസഭയിൽ നിന്നും തെരഞ്ഞെടുത്ത് അതിന് ജാതീയ മതം നോക്കാതെ കൊടുത്തതാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ നിലവിലുള്ള MLA സാറിനോടാണ്. ഏത് സദസ്സിലും ഇത്തരത്തിലുള്ള അഭിമുഖങ്ങളിലുമൊക്കെ തിരൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് MLA സാറ് കോടിക്കണക്കിന് ഉറുപ്പികളുടെ വികസനമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നേരത്തെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ ഒരു സുഹൃത്ത് അത് ഉന്നയിച്ചപ്പോൾ MLA അതിന് സമയമെടുത്ത് മറുപടി പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തിയ സ്ഥാനാർത്ഥിയിൽ നല്ല ഭയം ഉണ്ട് എന്നത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഓരോ പാർട്ടിയും മുന്നണിയും അതാത് ആളുകളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ ചില പാർട്ടികൾ സ്വീകരിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, MLA സാറ് പറഞ്ഞത് ശരിയാണെങ്കിൽ തിരൂർ നിയോജക മണ്ഡലത്തിൽ ഒരു MLA ആക്കാനുള്ള ആള് മുസ്ലിം ലീഗിനില്ലേ? എത്രയോ കാലങ്ങളായി ഈ മണ്ഡലത്തിനകത്തെ നമ്പർ 1 പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ പാർട്ടിക്ക് ഒരു പ്രവർത്തകനെ ഇവിടെ MLA ആയി മത്സരിക്കുന്നതിന് വേണ്ടി നിർത്താനില്ല എന്നാണ് ഞങ്ങൾക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നല്ലൊരു ഉൾഭയം, അതാണ് 10 വീടുകൾ കേന്ദ്രീകരിച്ച് കുടുംബയോഗങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒട്ടേറെ വികസന സാധ്യതകൾ നിലനിൽക്കുന്ന തിരൂരിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും കുടിവെള്ളം തക്ക സമയത്ത് എത്തിച്ചില്ല എന്ന ആരോപണം ഉന്നയിച്ച് വഴിയിൽ തടയുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരൂർ പൊന്നാനിപ്പുഴ അതേപോലെ തിരുനാവായ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി ഈ മണ്ഡലത്തിന്റെ സ്ഥിരമായ സംവിധാനം ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് എന്ത് പദ്ധതി, ഇവിടെ ഇപ്പോൾ നേരത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി അദ്ദേഹം വിശദീകരിച്ചു. ഇങ്ങനെ വിശദീകരിച്ച് 5 കൊല്ലം അതിൻ്റെ വിശദീകരണത്തിന് മാത്രം ഉപയോഗിച്ചു എന്നല്ലാതെ ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ തക്ക സമയത്ത് ഇടപെടുന്നതിൽ പൂർണ്ണമായ പരാജയമാണ് MLA നടത്തിയത്. അദ്ദേഹം തന്നെ പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാനിവിടെ വരണില്ല രീതിയിൽ അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. ചോദ്യം വന്നില്ല, അല്ല അതിന് മറുപടി പറയാം. ഇവിടെ
കഴിഞ്ഞ എൻ്റെ കാലത്തിന് മുമ്പ് അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന CPM-കാരനെ ഈ നാട്ടുകാരനായിരുന്നു. അദ്ദേഹം വെട്ടം തലക്കാട് പഞ്ചായത്തിന് കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവന്നു 33 കോടി രൂപയുടെ കരാറ് കൊടുത്തു കഴിഞ്ഞു. എൻ്റെ മുമ്പുണ്ടായിരുന്ന നാട്ടുകാരനായ KT ജലീലായിരുന്നു. കുറ്റിപ്പുറം പഴയ മണ്ഡലത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. വളവന്നൂർ കൽപ്പകഞ്ചേരിക്ക് പദ്ധതി കൊണ്ടുവന്നില്ല. അതിന് പകരം C മമ്മൂട്ടി MLA ആയപ്പോൾ 26.5 കോടി രൂപയുടെ പദ്ധതി വന്നു. ടെൻഡർ ചെയ്തു, പണി ആരംഭിച്ചു, ടാങ്കിൻ്റെ പണി കഴിഞ്ഞു, പൈപ്പ് ലേ ചെയ്തുകൊണ്ടിരിക്കുക. 2003 തിരുനാവായ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നു. അന്ന് 45 കോടി രൂപ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വെച്ചു. KT ജലീൽ ആ നാട്ടുകാരനാണ് വന്നു. വളവന്നൂർ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൻ്റെ ആ പഞ്ചായത്തിന് മാത്രത്തിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ടോ എന്തെങ്കിലും ഒരു ഉറുപ്പിക അഡീഷണലായി വെച്ചില്ല. രണ്ടാമത് 10 കോടി ഉറുപ്പിക അനുവദിക്കുന്നത് 2013 C മമ്മൂട്ടി MLA ആയപ്പോഴാണ്. ഈ തിരൂർ നഗരത്തിൽ കുടിവെള്ള പൈപ്പ് 42 കൊല്ലമായി പൈപ്പ് പൊട്ടിക്കിടക്കുക, ഒരു പദ്ധതിയും കൊണ്ടുവന്നില്ല. ഈ നാട്ടുകാരനായ അബ്ദുള്ളക്കുട്ടി MLA ആയി ഇവിടെ 5 കൊല്ലം ഉണ്ടായിരുന്നല്ലോ. ഒന്നും ചെയ്യാത്തത് കൊണ്ട് C മമ്മൂട്ടി MLA ആയപ്പോൾ 20 കോടി ഉറുപ്പിയുടെ പദ്ധതി കൊണ്ടുവന്നു, ടെൻഡർ ചെയ്തു. ഇപ്പം നഗരത്തിൽ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. ഈ കോടികൾ പറയുമ്പോൾ ബേജാറായിട്ട് കാര്യമില്ല. ആ കോടികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗവൺമെൻറ്റും നിങ്ങളുടെ പ്രതിനിധിയും ഈ നാട്ടുകാരനും ഉണ്ടായിട്ട് ചെയ്യാൻ കഴിയാത്തത് ഞാൻ ചെയ്തത് എൻ്റെ ധർമ്മമാണ്, എൻ്റെ കടമയാണ്. നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. ബഹുമാനപ്പെട്ട MLA-യോടാണ് ചോദ്യം. ഈ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ഈ UDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച നിങ്ങൾ വ്യാപാര മേഖലയിൽ ധാരാളം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിസംപ്റ്റീവ് ടാക്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലല്ല ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അമ്പലപ്പുഴയിൽ, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യാപാരി ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് തൂങ്ങി മരിക്കുകയുണ്ടായി സ്വന്തം സ്ഥാപനത്തിനകത്ത്. റവന്യൂ വരുമാനത്തിൽ 68% വരുമാനം സർക്കാരുണ്ടാക്കി കൊടുക്കുന്ന വ്യാപാര വ്യവസായ മേഖലയിലെ ക്ഷേമനിധി 8 മാസത്തോളമായി ഒരു വ്യാപാരിക്കും പെൻഷനോ അതേപോലെ മരണാനന്തര ആനുകൂല്യങ്ങളോ നൽകാതെ ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ഇവിടെ ഒരുപാട് സാമ്പത്തിക സഹായങ്ങളെ സംബന്ധിച്ചും സർക്കാർ ചെയ്തു വന്ന കാര്യങ്ങളെപ്പറ്റിയെല്ലാം പറയുകയുണ്ടായി. അതേപോലെ 1967 നിലനിന്നിരുന്ന നമ്മുടെ ഒരു വാടക നിയന്ത്രണ നിയമം സാധാരണക്കാരായ കച്ചവടക്കാർ 1967 നിലനിന്നിരുന്ന വാടക നിയന്ത്രണ നിയമം UDF സർക്കാർ വന്ന് പൂർണ്ണമായും എടുത്തു കളഞ്ഞുകൊണ്ട് സാധാരണക്കാരായ കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിലേക്കാണ് UDF സർക്കാർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വ്യാപാരി സമൂഹത്തിൻ്റെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയിട്ട് UDF സർക്കാർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ മുന്നിൽ എന്ത് അജണ്ടയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. വ്യാപാരി സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ആളുകളുണ്ടാവും, ഭരണപക്ഷത്തിൻ്റെ ആളുണ്ടാവും, BJP-യുടെ ആളുകളുണ്ടാവും. കച്ചവടക്കാർക്ക് രാഷ്ട്രീയമില്ല. സ്വാഭാവികമായും കാലാകാലങ്ങളായി മാറി മാറി വരുന്ന ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്ന ടാക്സിൻ്റെ നിയമനങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകാറുണ്ട്, അനുകൂലമായിട്ട് നിർമ്മിതി ഉണ്ടാകാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, പരിഹരിക്കാറുണ്ട്. വാടക നിയന്ത്രണത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് പുരാണകാല ജാമ്പവൻ്റെ കാലത്ത് ഉള്ള 15 ഉറുപ്പ്യ വാടക ഒരു കെട്ടിടത്തിന്, തൊട്ടപ്പുറത്തെ റൂമിൽ വാടക വാങ്ങുന്നത് 15,000, ഇപ്പുറത്ത് വാങ്ങുന്നത് 15 ഉറുപ്പ്യ. ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം കച്ചവടത്തിന് ഉയർച്ചതിനനുസരിച്ച് വാടക കാലികമായി കൂട്ടാൻ ബാധ്യസ്ഥരാണ്. ഒരുപാട് കച്ചവടക്കാർ അതിന് തയ്യാറായിട്ടുണ്ട്, പക്ഷെ തയ്യാറാകാത്ത കച്ചവടക്കാരുണ്ട്. അതുകൊണ്ട് നഷ്ടം വരുന്നത് സമൂഹത്തിനും കൂടിയാണ്. 2 മാസത്തെ വാടക ടാക്സായിട്ട് മുനിസിപ്പാലിറ്റിയോ തദ്ദേശ ഭരണ കിട്ടും. അത് ഈ സമൂഹത്തിന് കിട്ടേണ്ട പണമാണ്. ആ സ്വാഭാവികമായും ഗവൺമെൻറ് വരുമാനത്തെ കൂടി ബാധിക്കുന്നതുകൊണ്ട് കച്ചവടക്കാർക്കും അതിൻ്റെ ഉടമകൾക്കും ഗുണകരമായി ഭവിക്കുന്ന വിധത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി കച്ചവട പ്രതിനിധികളുമായി ചർച്ച നടത്തിയല്ലോ, അതിന് മറ്റു ഓണറുമായി ചർച്ച നടത്തിയല്ലോ. ഏകദേശം ഒരു ധാരണയുടെ രൂപത്തിൽ കൊണ്ടുപോകണമെന്ന തീരുമാനമായിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും, അതിൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ. ഈ 2016 മാർച്ച് 31 അവസാനിച്ചപ്പോൾ ജനങ്ങളിൽ നിന്നും ഞങ്ങൾ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് വിവിധ വികസന ആവശ്യങ്ങൾക്കായി പിരിച്ചടച്ചത് 35,000 കോടി രൂപയാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും പ്രതിഫലം പറ്റാതെ കേരളത്തിലെ
ടാക്സ് അസസ്സുകളായിട്ടുള്ള വ്യാപാരികൾ പിരിച്ചടച്ചത് 35,000 കോടി രൂപ. അങ്ങനെയുള്ള വ്യാപാരികളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു സ്ഥായിയായ വാടക കുടിയ നിയമം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട UDF ഗവൺമെൻറ് കെട്ടിട വാടക നിയമം 2012 കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അടക്കമുള്ള 141 MLA-മാർക്കും ആ കെട്ടിട ലീസ് 2012 എന്ന് പറയുന്ന 2012 വാടക നിയമത്തിൻ്റെ കരട് കോപ്പി ഈ 140 MLA-മാരെ കയ്യിൽ കിട്ടുകയും 2014 ഡിസംബർ മാസത്തിലോ ജനുവരി മാസത്തിലോ നടന്നിരുന്ന കേരള അസംബ്ലിയിൽ നിയമസഭാ സമ്മേളനത്തിൽ 192 ബില്ലായിക്കൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി അന്നത്തെ നിയമവകുപ്പ് മന്ത്രിയും ധനകാര്യ മന്ത്രിയുമായ CM KM മാണി അവതരിപ്പിക്കാൻ കൊണ്ടുവന്ന 192 നമ്പർ ആ വാടക നിയമം എന്തുകൊണ്ട് അസംബ്ലി പാസ്സാക്കാതെ മാറ്റിവെച്ചു എന്ന് ബഹുമാനപ്പെട്ട MLA എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരം. നിയമസഭയിൽ വരുന്ന ബില്ലുകൾ സംബന്ധിച്ച് എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാം. ഇത് സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ബില്ല് അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെയും കൺസെൻസസ് അനുസരിച്ച് ചർച്ചയ്ക്ക് വെക്കും. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടും, സെലക്ട് കമ്മിറ്റിക്ക് വിടും. സെലക്ട് കമ്മിറ്റി വിടുന്ന ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം ഏറ്റെടുക്കും. അറിഞ്ഞതിന് ശേഷം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെയാണ് ബില്ല് കൊണ്ടുവരുന്നത്. ബില്ല് ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങൾ പറയുന്ന അതേ വികാരത്തോടുകൂടി കെട്ടിട ഉടമകൾ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. അപ്പം രണ്ടു കൂട്ടർക്കും ബാലൻസ് ചെയ്യുന്ന പോകുന്നതല്ലാതെ ഏകപക്ഷീയമായി കച്ചവടക്കാർ പറയുന്നതോ ഏകപക്ഷീയമായി കെട്ടിടമകൾ പറയുന്നതോ മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? പല കച്ചവടക്കാരും കെട്ടിട ഉടമകൾ കൂടിയാണ്. അപ്പം സ്വാഭാവികമായും കെട്ടിടമുണ്ടാക്കി വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ന്യായമായ വാടക കൊടുക്കുകയും അമിതമായി ഈടാക്കാതിരിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സമീപനമാണ് UDF ഗവൺമെൻറ് ഉള്ളത്. ആ ഒരു തരത്തിൽ കൊണ്ടുപോകുന്നൊരു സമന്വയത്തിൽ എത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് തീരുമാനം. ബഹുമാനപ്പെട്ട MLA മമ്മൂട്ടി സാഹിബിനോട് തിരിച്ചു വന്ന പ്രവാസികൾക്ക് വേണ്ടി എന്താണ്, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക മാന്ദ്യത്തിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? നിത്താക്കാത്ത് വന്നപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ 10 ലക്ഷം റുപ്യ വരെ കൊടുത്ത സംവിധാനങ്ങൾ ചെയ്തു. ഇപ്പോൾ അവർക്ക് വായ്പ കിട്ടാനും അവർക്ക് വേണ്ട സംരംഭം ചെയ്യാനും ഗവൺമെൻറ് എല്ലാ സംവിധാനങ്ങളും എല്ലാ ബാങ്കുകളിലും എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നോക്ക വികസന കോർപ്പറേഷൻ മുഖേന കൊടുക്കുന്നുണ്ട്. ബാങ്കുകളിലൂടെ സമീപിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. നോർക്ക അത് സംബന്ധിച്ച് എല്ലാ ഗൈഡ് ലൈൻസും കൊടുത്തുകൊണ്ട് എല്ലാ സപ്പോർട്ടുകളും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ വിശദവിവരങ്ങളും കിട്ടും. യെസ്, ഒരു മിനിറ്റ് അതിലിടയിൽ ഞാൻ ചോദിക്കുകയാണ്. പിന്നെ UDF പറയുന്നുണ്ട് നമ്മൾ തിരൂരിൽ ഏകദേശം എല്ലാം ശരിയായി എന്നാണ് അവർ പറയുന്നത്. LDFൻ്റെ ഒരു തന്നെ LDF വരും എല്ലാം ശരിയാകുമെന്നാണ് പറയുന്നത്. തിരൂരിൽ എന്തെങ്കിലും ഇനി ശരിയാകാനുണ്ടോ? വളരെ നിർഭാഗ്യകരമായിട്ടുള്ള പ്രസ്താവനയാണ് ജനപ്രതിനിധിയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ജീവിത പുരോഗതിയിൽ ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ആ നാട് പുരോഗമിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തിരൂരിൽ അത്തരത്തിലുള്ള ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അതിൻ്റെ നേരിട്ടുള്ള നേർക്കാഴ്ചകളും നേർചിത്രങ്ങളും കാണണമെങ്കിൽ ഈ വിനീതൻ്റെ കൂടെ നമ്മുടെ ജനപ്രതിനിധി അടക്കം വരുന്ന അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഒന്ന് കടന്നു വരണമെന്നാണ് പറയുന്നത്. കൽപ്പകഞ്ചേരിയുടെയും ആദവനാടിൻ്റെയും വളവന്നൂരിൻ്റെയും തിരുനാവായുടെയും വെട്ടം പഞ്ചായത്ത് അടക്കം വരുന്ന പ്രദേശങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ കണ്ടാൽ കാണുന്ന കാഴ്ച അതിദയനീയമാണ്. തിരൂർ പോലുള്ള ഒരു പ്രദേശത്ത് കോടിക്കണക്കായ രൂപ പ്രവാസികളുടെ ഫണ്ട് വരുന്നൊരു സ്ഥലത്ത് കുടിവെള്ളത്തിന് വേണ്ടി നട്ടപ്പാതിരക്ക് പോലും 11:30-12 മണിക്ക് പോലും പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളും അമ്മമാരും ഹൈന്ദവ സ്ത്രീകളും ക്യൂ നിൽക്കുന്ന അതിദയനീയമായിട്ടുള്ള കാഴ്ച. നിങ്ങൾ കൽപ്പകഞ്ചേരിയിലൂടെ ഒന്ന് സഞ്ചരിക്കണം. പുത്തനത്താണി ടു കൽപ്പകഞ്ചേരി നിങ്ങളന്ന് രാത്രി 12 മണിക്ക് സഞ്ചരിക്കണം. നിങ്ങൾക്ക് കാണാം കുടിവെള്ളത്തിന് വേണ്ടി സ്ത്രീകളടക്കം വരുന്ന ആളുകൾ കാത്തു നിൽക്കുന്നു. അവർക്ക് കാവൽ നിൽക്കുന്ന 10-12 വയസ്സായിട്ടുള്ള ചെറു കുഞ്ഞുങ്ങൾ. വികസനത്തിൻ്റെ പേമാരികൾ ഉണ്ടാക്കിയെന്ന് പറയുന്ന ആളുകൾ 540 കോടിയുടെ 640 കോടിയുടെ വികസന പദ്ധതികളുടെ ഫ്ലക്സ് ബോർഡല്ല വികസനം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ തങ്ങളുടെ പേരുകൾ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ കൊത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബസ് സ്റ്റോപ്പുകളല്ല വികസനം.
മനുഷ്യൻ ദാഹിച്ച് വലയുന്ന മനുഷ്യൻ്റെ തലയിലേക്ക് ഐമാസ് കൊടുക്കുന്നതല്ല വികസനം എന്ന് പറയുന്നത്. അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. തങ്ങളുടെ വികസനം എന്ന് പറയുന്നത് 4.5 വർഷക്കാലം ഒരു തരത്തിലുള്ള പ്രവൃത്തികൾ നടത്താതിരിക്കുകയും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ തിരൂരുകാർ വിഡ്ഢികളാണെന്നുള്ള ധാരണയിൽ നേരത്തെ ചെയ്തു കൊടുത്താൽ നന്ദിയില്ലാത്തവരാകുമെന്നുള്ള മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓർമ്മകൾ ഉണ്ടാകുന്നതിന് വേണ്ടി തങ്ങളുടെ പേരെഴുതി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസനം നടത്തുന്നത്. സ്റ്റേഡിയത്തിനെ പറ്റി നേരത്തെ പറഞ്ഞു. ഇതാ നമ്മുടെ ജനപ്രതിനിധിയും മന്ത്രി മഞ്ഞളാംകുഴി അലിയും തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ നേർചിത്രമാണ് ഈ കാണുന്നത്. 54.5 കോടി രൂപ മുടക്കിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം എന്നാണ് പറഞ്ഞത്. എന്തെല്ലാമായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്ന ഫെസിലിറ്റികൾ? 5 വർഷം നിങ്ങൾ ഇവിടെ ഈ സ്വപ്നം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുള്ള ആളുകൾ തന്നെ മറുപടി പറയണം. ഈ 5 വർഷക്കാലം നിങ്ങൾ അധികാരത്തിൻ്റെ സോപാനത്തിൽ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിഹരിച്ചിട്ട് ഈ തിരൂരുകാരായിട്ടുള്ള ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളെ മുഴുവൻ തകർത്തെറിയല്ലേ ചെയ്തത്. പത്തമ്പാട്ട 100 മൈതാനിയുമായൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം. നിങ്ങൾ ആ ട്രാക്ക് ഒന്ന് പോയി നോക്കണം. സിന്തറ്റിക് ട്രാക്ക് എന്ന് പറയുന്ന സാധനം 2.5 കോടി രൂപയോളം അതിന് ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൊതുഖജനാവിൽ നിന്നുള്ള ഫണ്ട് ദൂർത്തടിക്കുന്നത്? മഴവെള്ളം പോകുന്ന ഡ്രെയിനേജ് പോകുന്ന സ്ലാബിൻ്റെ മുകളിലൂടെയാണ് ഒരു 6ാമത്തെ ട്രാക്ക് പോകുന്നത്. ഒരു സ്കൂൾ കായികമേള പോലും നടത്തുന്നതിനുള്ള യോഗ്യത സ്റ്റേഡിയത്തിനില്ല. എന്തിനാണ് നിങ്ങൾ ഇത്ര വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയത്? 1 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, അവസാനിച്ചിട്ടില്ല. കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ച് സംസാരിച്ചു. കുടിവെള്ളം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. എൻ്റെ അഭിപ്രായം കൂടി പറയാമല്ലോ. തിരുനാവായ ആക്സിലറേറ്റഡ് വാട്ടർ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി മഹാനായ ഡോക്ടർ KT ജലീൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. അതിൻ്റെ പണികൾ ഏതാണ്ട് കുട്ടികളത്താണിയിലും അതുപോലെ തന്നെ കരിപ്പോളിലും വലിയ വാട്ടർ ടാങ്കും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ഉണ്ടാക്കി കഴിഞ്ഞ സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആമത് റെയിൽവേ മന്ത്രിയായിരിക്കുമ്പോൾ ആ റെയിൽവേ ക്രോസ് ചെയ്യാനുള്ള അനുമതി നൽകില്ല. KT ജലീലിന് പവർ വേണ്ട എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഇവർ ഭരിക്കുന്ന മൃഗീയ ഭൂരിപക്ഷമുള്ള കൽപ്പകഞ്ചേരി പഞ്ചായത്തിലേക്ക് ജലീലിൻ്റെ വെള്ളം വേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ പോയി കാണണം. കല്ലുങ്ങലങ്ങാടിയിൽ ജനപ്രതിനിധിയോട് സംസാരിക്കാൻ ചെറുപ്പക്കാർ വരിക. അവർ തീവ്രവാദികളാണെന്നാണ് പറയുന്നത്. കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കിയിട്ട് തീവ്രവാദികളാണെന്നാണ് പറയുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ് തിരൂരിൻ്റെ എല്ലാ ഭാഗത്തും നിലനിൽക്കുന്നത്. രോഗികളായിട്ടുള്ള കാരത്തൂർ ഒരു കോളനിയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ആ കാരത്തൂർ കോളനിയിൽ പോയിട്ട് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? എല്ലാവർക്കും സ്വന്തമായിട്ട് വീട്. ഒരു വീട്ടിൽ രണ്ട് വീട്ടുകാർ താമസിക്കുന്ന ആ വീട്ടുകാരോട് പറയാം നിങ്ങൾക്ക് വേറെ വേറെ വീടുകളാക്കി തരുന്നു. ഇപ്പം ആ കോളനി എന്ന് പറയുന്ന അങ്ങനെ സംഗതി അവിടെ ഉള്ളത് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ശരിയാവാനുണ്ടെന്നാണ് ഞാൻ പറയാം. അദ്ദേഹം ആദ്യം പറഞ്ഞത് ശരിയാ. എന്തെന്നറിയോ? കുടിവെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്, കഷ്ടപ്പാടുകളാണ്. വളരെ ശരിയാണ്. എന്തുകൊണ്ട് സംഭവിച്ചെന്നറിയോ? എൻ്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന KT ജലീലും ഈ നാട്ടുകാരനായ PP അബ്ദുള്ളക്കുട്ടിയും ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് അവർ വെള്ളം കൊണ്ടുവന്ന പദ്ധതിയാണ് പദ്ധതി. അത് നടപ്പിലാക്കിയിട്ടില്ല. ശരി. ഇനി ഞാൻ ഇദ്ദേഹം പറഞ്ഞത് KT ജലീൽ കൊണ്ടു ഞാൻ വെല്ലുവിളിക്കുകയാണ് ആധികാരികമായിട്ട്. 2003 KT ജലീൽ MLA ആകുന്നത് 2006 2003 ഭരണാനുമതി കൊടുത്ത പദ്ധതിയാണ് തിരുനാവായ കുടിവെള്ള പദ്ധതി എന്ന്. അതുപോലുള്ള പദ്ധതികൾ തന്നെയാണ് ഈ ഡിബേറ്റിലെ ഒരു മര്യാദ. ഒരാൾ പറയുമ്പോ നമുക്ക് അവസരം തരണം. അത് വേണോ? 2003 KT ജലീൽ MLA ആയിട്ടില്ല. തിരുനാവായ കുടിവെള്ള പദ്ധതിക്ക് ഭരണാനുമതി കൊടുക്കുന്നത് 2003 45 കോടി രൂപയ്ക്കാണ്. രണ്ടാമത് അതേ പദ്ധതി KT ജലീൽ 2006 മുതൽ MLA 11 വരെയായി. ഒരു നയാ പൈസ കൊടുത്തില്ല. 2013 വീണ്ടും ഞാൻ MLA ആയപ്പോൾ 10 കോടി രൂപ അനുവദിച്ചു. ഇത് തെറ്റാണ് എന്ന് തെളിയിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണ്. അങ്ങ് തയ്യാറാണ്? ഞാൻ പറഞ്ഞു മറുപടി പറഞ്ഞില്ല. അതൊക്കില്ല. രണ്ടാമത്തത്, അന്ന് അവരൊരു പദ്ധതി കൊണ്ടുവരുന്നുവെങ്കിൽ ഒരു കുടിവെള്ള പദ്ധതിക്ക് ചുരുങ്ങിയത് ഒരു 5 വർഷമെങ്കിലും മിനിമം എടുക്കും. ഞാനിവിടെ വന്നു. തിരുനാവായ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ വളവന്നൂരും കൽപ്പകഞ്ചേരി പദ്ധതി കൊണ്ടുവരാത്തത് കൊണ്ട് 2000 ഒരു പദ്ധതി സർവേ നടത്തി തയ്യാറാക്കി 26 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി 2015 അതിന് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയുന്ന വളരെ വ്യക്തമായി നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ആ 2015 പദ്ധതി അവിടെ ടാങ്ക് സ്ഥാപിച്ചു. വളവന്നൂരിൽ പോയി നോക്കി കണ്ടാൽ അറിയാം. അതിന് മടിയിൽ ടാങ്ക് സ്ഥാപിച്ചു. പൈപ്പ് ലേ ചെയ്യുന്നു. ലേ ചെയ്യാൻ 150 കിലോമീറ്റർ പൈപ്പ് ഇടണം. അതിനുവേണ്ടി കരാറ് കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഈ പറയുന്നതിൽ ആകെ കാടടിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വസ്തുനിഷ്ഠമായി പറയണം. നമ്പർ 1.
നമ്പർ 2, PP അബ്ദുള്ളക്കുട്ടി MLA ആയപ്പോൾ അദ്ദേഹം ഈ നാട്ടുകാരനായിരുന്നു. വെട്ടം പഞ്ചായത്തിലോ തലക്കാട് പഞ്ചായത്തിലോ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിട്ടില്ല. ആ പദ്ധതി കൊണ്ടുവരുന്നതും ഞാൻ MLA ആയതിനു ശേഷം പദ്ധതി തയ്യാറാക്കി ടാങ്ക് വെക്കാൻ സ്ഥലം കിട്ടാനില്ല. തലക്കാട് പഞ്ചായത്തിൽ ടാങ്ക് ഉയർന്ന സ്ഥലമുള്ളൂ. അവിടെ ടാങ്ക് വെക്കാൻ അന്നത്തെ ശാന്ത ടീച്ചറും മോഹൻമാലിയും ഇടതുപക്ഷത്തിൻ്റെ ആളുകളാ. അവർ സഹകരിച്ചു. സ്ഥലം കിട്ടാനില്ല, അവർക്ക് ഫണ്ട് കൊടുക്കാനില്ല, ഫണ്ടിൻ്റെ പരിമിതമാണ് എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ ഡയറ്റ് വിദ്യാഭ്യാസ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്പെഷ്യൽ ഓർഡർ ആക്കി അവിടെ 60 സെൻറ്റ് സ്ഥലം ലഭ്യമാക്കി. 60 സെൻറ്റ് സ്ഥലം ലഭ്യമാക്കി ടാങ്ക് വെക്കാനുള്ള നടപടിയുമായി ഇത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. 33 കോടി രൂപയുടെ പദ്ധതിയാണ്. ഞാനീ പറയുന്നതിൽ വസ്തുനിഷ്ഠമല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്പർ 1, ഇവിടെ തിരൂർ നഗരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല. ഒരു പൈപ്പ് റീപ്ലേസ്മെന്റ് എന്നൊരു പദ്ധതിയുണ്ട്. എന്താ പദ്ധതി എന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഒരു മത്സരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ടേ പറയാവൂ. കാരണം എന്താ അറിയോ, നമ്മൾക്ക് ജനപ്രതിനിധികളാ, സത്യം മാത്രമേ പറയാവൂ. ഇത് ലോകം കാണുന്നുണ്ട്. വിവരാവകാശം നിയമിച്ച് 10 രൂപ കൊടുത്താൽ വിവരം കിട്ടും നിങ്ങൾക്ക്. കല്ലിങ്ങലിൽ രാഷ്ട്രീയ പ്രതിയോഗികളായാലും രാഷ്ട്രീയത്തിന് അനുകൂലികളായാലും ചോദ്യം ചോദിച്ച് മറുപടി പറയണം. ഞങ്ങൾ ചോദ്യം ഒളിച്ചോടുന്നവരല്ല. എന്നോട് ചില സംശയങ്ങൾ ചോദിച്ചു. ഞാൻ ഈ പദ്ധതി അവിടെ വിശദീകരിച്ച് പറഞ്ഞു. ഓ അങ്ങനെയാണോ, അത് ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ എതിരാളികൾ ഉണ്ടാവില്ല ഇതിൽ. ഒരു പറഞ്ഞു അല്ലേ, ഇവിടെ ഒരു പണ്ട് 15 കൊല്ലം മുമ്പ് ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളമില്ല. ഞാൻ പറഞ്ഞു അത് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. 15 കൊല്ലം മുമ്പ് നിങ്ങൾ MLA 5 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചാൽ പോലെ. അല്ലെങ്കിൽ അത്ര പരാതി എനിക്ക് അതുകൊണ്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇത്രയും പദ്ധതികൾ ഈ കൊണ്ടുവന്നത് ഐക്യ ജനാധിപത്യ മുന്നണി കാലത്താണ്. ഈ പദ്ധതി പൂർണ്ണമായി നടപ്പായി കഴിയുമ്പോൾ, അതായത് കൽപ്പകഞ്ചേരി വളവന്നൂരിൽ ഈ പൈപ്പ് ലേ ചെയ്യാൻ 150 കിലോമീറ്റർ ലേ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 12 മാസം കൂടി എടുക്കും. ആ 12 മാസം കാണുമ്പോൾ എല്ലാവർക്കും സുലഭമായ വെള്ളം കിട്ടും. തിരുനാവായ കമ്മീഷൻ ചെയ്തല്ലോ, കാതവനാടും ഇതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ കുടിവെള്ളം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ. ഇത് ഇത്ര നീണ്ട് നമ്മൾ 5 വർഷം എടുക്കും എന്ന് പറയുന്നത് അത്ര നല്ലതാണോ? നിങ്ങൾക്കൊരു വീട് നിർമ്മിക്കാൻ എത്ര കാലം വേണം? 1 മാസം കൊണ്ടെടുക്കാൻ കഴിയുമോ? ഈ പൈപ്പ് ലൈൻ പറഞ്ഞ നിങ്ങൾ ആദ്യം പറയുന്ന പദ്ധതി, ഇത് സർവേ നടത്തണം. എവിടെയൊക്കെ പൈപ്പ് ലൈന് പോകും, എവിടെ നിന്ന് വെള്ളം എടുക്കും, എത്ര ലെങ്ത് പൈപ്പ് വേണം. ഒരു സുപ്രഭാതത്തിൽ ഭാരതപ്പുഴയിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ പൈപ്പ് കൊണ്ടുവരാൻ ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമാണോ? ആ പൈപ്പ് കൊണ്ടുവന്നിട്ട് ഈ ടാങ്കിൽ സംഭരിക്കണം, അവിടെ ശുദ്ധീകരിക്കണം, എന്നിട്ട് ഈ പറയുന്ന മുഴുവൻ വീടുകളിൽ എത്തിക്കണം. 150 കിലോമീറ്ററാണ് പൈപ്പ് ലേ ചെയ്യേണ്ടത്. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണ്. തിരൂരുകാർ ഇവിടെ 5 വർഷങ്ങളായിട്ട് കോടികളുടെ കണക്കുകൾ വികസനത്തിൻ്റെ വലിയ വലിയ വാതാവരണികളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഒരു പ്രയാസങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിലേറ്റവും പിന്നെ ഒരു വിഷയത്തെ തന്നെ 100 ആവർത്തി പറഞ്ഞാൽ അത് ഗീബൽസ്യം തന്ത്ര. വിജയിക്കാൻ കഴിയാമെന്ന് ധരിക്കണ്ട. 2006 എന്താണ് പറയുന്നത് പറഞ്ഞു വരുന്ന അവസരം തരെ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ സാമാന്യ മര്യാദയെ സംബന്ധിച്ച് പറഞ്ഞ ആള് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യം അത് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു, ഞാൻ വിനയാന്വിതനായി മുഴുവൻ കേട്ട് കഴിഞ്ഞു. പറയട്ടെ, 2006 തിരുനാവായ ആക്സിലറേറ്റഡ് കുടിവെള്ള പദ്ധതി അതിൻ്റെ മഹാഭൂരിപക്ഷം വർക്കും 80% പ്രവൃത്തി പൂർത്തീകരിച്ചതാ. വീടുകളിലേക്ക് പൈപ്പ് ലൈൻ കൊടുക്കുക, ടാപ്പ് കൊടുക്കുക എന്നുള്ള 20% വരുന്ന പ്രവൃത്തി മാത്രമേ ബാക്കിയുള്ളൂ. എന്തേ നിങ്ങൾ 5 കൊല്ലം ഇവിടെ പ്രതിനിധീകരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോയി? നേരത്തെ ഭരണാനുമതി നൽകിയ പദ്ധതികളെ സംബന്ധിച്ച് പറഞ്ഞു. ഈ ഓവർ ബ്രിഡ്ജ് നേരത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭരണാനുമതി കിട്ടിയതാ. താഴെപ്പാലം ബ്രിഡ്ജ് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭരണാനുമതി കിട്ടിയതാ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസ് റോഡ് ഇന്ന് വരെ ഇക്കണ്ട കാലം അത്രയും പ്രവൃത്തി നടത്തിയിട്ട് വികസനത്തിൻ്റെ ഫ്ലക്സ് ബോർഡുകളെ എങ്ങുമുള്ളൂ. ഈ പൊന്മുണ്ടം ബൈപ്പാസിനുള്ള സ്ഥലം അക്വിസിഷൻ ഇന്നുവരെ പൂർത്തിയായിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെൻറ്റ് ഇവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റു വഴിയിലൂടെ സർക്കാരിനും പൊതുജനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ അഡീഷണലായിട്ട് ചെലവ് വരുന്ന രൂപത്തിലൂടെയാണ് വഴി തിരിച്ചു വിടുന്നത്. ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാ? എന്താ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് മൗനികളാവുന്നത്? 54 കോടി നിങ്ങളത് വായിക്കണം. 54 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞവർ എന്തേ അത് ഉണ്ടാക്കാതെ പോയത്? അതിനുള്ള മറുപടി പറയട്ടെ.
ഈ പറഞ്ഞതിനെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ട് എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കണം. ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം. ഞാൻ പറഞ്ഞ 2003 AS കിട്ടി എന്ന് പറഞ്ഞ മറുപടി പറഞ്ഞില്ല. തിരുനാവായ കുടിവെള്ളത്തിൽ 2003 AS കൊടുത്തു ഇല്ല എന്ന് പറയട്ടെ. അത് തന്നെ അതുപോലെ തന്നെ 2006 തുടങ്ങിയത്. 2003 തുടങ്ങിയ പദ്ധതി 2006 തുടങ്ങിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുമോ? AS നോക്കിയ റെക്കോർഡ്സ് പറയും. സ്റ്റേഡിയം ഗ്രൗണ്ട് അവിടെ മൾട്ടി കോംപ്ലക്സ് ഉൾപ്പെടെ വലിയൊരു പദ്ധതി തയ്യാറാക്കി PPP ആയിട്ട് നടത്താൻ വേണ്ടി ആ പദ്ധതികൾക്ക് അനുമതിക്ക് വേണ്ടി ഗവൺമെന്റ് കൊടുത്തു. KLU ആക്ട് അനുസരിച്ച് അവിടെ വയലായിരുന്നു. വയൽ നികത്തി നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല, നിയമം അതാണ്. ആ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ എഴുത്തുകുത്ത് നടത്തി. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ അംഗീകരിക്കണം. ഇത് സംബന്ധിച്ച് എഴുത്തുകുത്തുകളിൽ ഒരു കാരണവശാലും അനുമതി നിർമ്മാണത്തിന് കൊടുക്കാൻ കഴിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റിൽ ഉൾപ്പെടുത്തി സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടി അനുമതി തേടിയത്. അതനുസരിച്ച് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്. അവിടെ സ്റ്റേഡിയത്തിനാണ് അവിടെ പരമപ്രധാനം, കോംപ്ലക്സ് അല്ല. അതുകൊണ്ട് സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടി 4,90,00,000 രൂപ അനുവദിച്ച് ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ്. 72 ദിവസം കൊണ്ട് അതിന് പണിയും കഴിച്ചു. എൻ്റെ വാഗ്ദാനം നിറവേറ്റുക എന്ന ലക്ഷ്യം എനിക്കുണ്ട്. ഇവിടെ അതിനു മുമ്പ് 5 കൊല്ലം അബ്ദുള്ള കുട്ടിയുണ്ട്. എന്തേ സ്റ്റേഡിയത്തിന്റെ ഭാഗത്ത് പോയി നോക്കി പോലും ഇല്ലല്ലോ? എന്തേ അന്ന് സ്റ്റേഡിയം ഉണ്ടാക്കാതിരുന്ന്? ഈ 6 ട്രാക്ക് സിന്തറ്റിക് ട്രാക്ക് 6 ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? കൊച്ചി മഹാനഗരത്ത് അവിടെ മഹാരാജാസ് കോളേജിൽ അന്നും ഇന്നും 6 ട്രാക്കാ. കേരളത്തിൽ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാനും പഠിക്കാനൊക്കെ 6 ട്രാക്ക് ധാരാളമാണ്. ചന്ദ്രശേഖർ സ്റ്റേഡിയം നാഷണൽ ഗെയിംസ് നടക്കുന്നവരെ 6 ട്രാക്കായിരുന്നു. ഇതൊന്നും അറിയാതെ ഞാൻ ചോദിക്കട്ടെ, 6 ട്രാക്ക് ഇപ്പം ഉണ്ടാക്കിയല്ലോ. ഞാൻ പറയുന്നു, ഞാൻ 72 ദിവസം കൊണ്ട് 6 ട്രാക്ക് ഉണ്ടാക്കി, സ്റ്റേഡിയം ഉണ്ടാക്കി. മുനിസിപ്പാലിറ്റിന്റെ പ്രോപ്പർട്ടി ആണല്ലോ, ബാക്കി 2 ട്രാക്ക് ഉണ്ടാക്കട്ടെ, ഇനി ബാക്കി പ്രവർത്തനം നടത്തട്ടെ. എന്തുകൊണ്ട് ഇനിയോ നടത്തിക്കൂടാ? മുനിസിപ്പാലിറ്റിയുടെ പ്രോപ്പർട്ടി ആയ സാഹചര്യത്തിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ MLAക്ക് ചെയ്യാൻ പറ്റുള്ളൂ. MLAക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്രൗണ്ട് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ അവിടെ മനോഹരമാക്കിയ ലെവൻസ് കളിക്കാനുള്ള ഗ്രൗണ്ടും സിന്തറ്റിക് ട്രാക്കും കേരളത്തിലെ 4ാമത്തെ ജില്ലയാണ്. അത് കൊടുക്കാൻ കഴിഞ്ഞു എന്നത് ആ വിഷയം പരിപൂർണമാക്കാൻ അനുവദിക്കണം ദയവേത്, പ്ലീസ് പ്ലീസ്. അല്ല അത് അതിന് സ്റ്റേഡിയം ഷാജി, ആ സ്റ്റേഡിയത്തിനെ സംബന്ധിച്ച് ഒരു മിനിറ്റ്, അത് ഒരു വിഷയം. നിങ്ങൾ മറ്റുള്ളവർക്ക് പരിപൂർണമായിട്ട് അവസരം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൽ കാണിക്കുന്ന ഈ വിഷയത്തോട് സംബന്ധിച്ച് നിങ്ങൾ അനൗചിത്യം കാണിക്കുന്നുണ്ട്. അത് പറയാൻ അനുവദിക്കണം. മറ്റത് ഈ ചർച്ച സമ്പൂർണ്ണമാകുന്നില്ല. ഇതിനകത്ത് പറയുന്ന സ്റ്റേഡിയം എന്ന് പറയുന്നത് തിരൂരുകാരുടെ സ്വപ്നമായിരുന്നു. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് വലിയ തുക ചെലവഴിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം എക്വയർ ചെയ്തത്. അതിനേക്കാളും വലിയ ത്യാഗമൊന്നും ആരും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഈ 54 കോടിയുടെ പദ്ധതി ഒന്നും ആലോചിക്കാതെയായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. അന്ന് ഇവർക്കറിയില്ലായിരുന്നു അത് നികത്താൻ പറ്റാത്ത നെൽവയലാണെന്ന് ഇവർക്കറിയില്ലായിരുന്നു. മാത്രമല്ല, അങ്ങനെ നെൽവയൽ നികത്താൻ പാടില്ല, ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. ആ പച്ചാട്രി പാലത്തിനകത്ത് ഇവരുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇതിനേക്കാളും വലിയ നെൽവയലാണോ അല്ലേ എന്ന് നിങ്ങൾ പറയണം. പുഴയോട് തൊട്ട് കിടക്കുന്ന ഏറ്റവും കഴിഞ്ഞിട്ടില്ല, അവസാനിപ്പിച്ചിട്ടില്ല മുഴുവൻ. വിഷയങ്ങളെ വസ്തുനിഷ്ഠമായിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം. ഒരാൾ പറയുന്നതിനെ പരിപൂർണമായിട്ട് നിങ്ങൾ കേൾക്കുക, മറ്റുള്ളതിനെ പറയാൻ അനുവദിക്കാതിരിക്കുക. പച്ചാട്രി പാലത്തിനകത്ത് ഇതിനേക്കാളും ആഴത്തിലുള്ള വയലാണ് നികത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നികത്തിക്കൊണ്ട് അവിടെ എങ്ങനെ പെർമിഷൻ കിട്ടി? അവിടെ ഇത് ബാധകമല്ലേ? മെത്രാങ്കായൽ നികത്തുന്നത് എങ്ങനെയാ? മെത്രാങ്കായൽ നികത്താനുള്ള അനുമതി ആരാ കൊടുത്തത്? അവിടെ ഇതൊന്നും തന്നെ ബാധകമല്ലേ? ഇവ സ്റ്റേഡിയത്തിന് വലിയ സ്വപ്നങ്ങൾ ആളുകളുടെ മുന്നിലേക്ക് നൽകിക്കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അതിന് ഏറ്റവും പുതിയതായിട്ടുള്ള നമ്പറുകൾ ഇറക്കിക്കൊണ്ട് വന്നാൽ അത് വിശ്വസിക്കാൻ മാത്രമുള്ള മൂടന്മാരല്ല തിരൂരുകാർ. ഹലോ, എൻ്റെ ചോദ്യം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയോടാണ്. താങ്കൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി 14 വയസ്സിൽ SFIയിലൂടെ പൊതുരംഗത്ത് വന്നു, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നു, പിന്നീട് DYFI ആയി, ഗൾഫിൽ പോയി, അവിടെ ഇടതുപക്ഷവുമായി സഹകരിച്ചു, പാർട്ടി പ്രവർത്തകനാണെന്നൊക്കെ. പക്ഷേ ഞങ്ങൾ തിരൂർക്കാർ കഴിഞ്ഞ 6 മാസം മുമ്പ് കണ്ടത് LDFിൻ്റെ DYFIയുടെയോ അല്ലെങ്കിൽ CPMൻ്റെയോ ഒരു ഗഫൂറിനെ അല്ലായിരുന്നു. TDFിൻ്റെ ഗഫൂർ എന്ന പേരിലാണ് താങ്കൾ അറിയപ്പെട്ടത്. എന്താ, തിരൂർ ഡെവലപ്മെൻറ്റ് ഫോറം. CPM അന്ന് വേറെ, TDF എന്ന് വേറെ, 2 വിഭാഗമായിട്ടായിരുന്നു.
എന്തുകൊണ്ടാണ് താങ്കൾ ഗൾഫിൽ പോയി അത്യാവശ്യം സാമ്പത്തിക സ്രോതസ്സൊക്കെ കിട്ടിയപ്പോൾ CPM ആണെന്ന് പറയാനുള്ള മടി കൊണ്ടാണോ ഈ TDF എന്ന് പറയുന്ന ഒരു ഫോറം ഉണ്ടാക്കിയത്? ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് താങ്കളിപ്പോൾ നമ്മൾ കേരളത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത ഏതൊരു പാർട്ടിയുടെ പേര് അഫിഡവിറ്റിൽ കണ്ടുവന്ന് പത്രത്തിൽ വായിച്ചു, എന്തോ നാഷണലിസ്റ്റ് സെക്യുലർ കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട്. അത് ആ രൂപത്തിൽ സത്യത്തിൽ താങ്കളുടെ പാർട്ടി ഏതാണ് അതറിയാം. കാരണം താങ്കൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഈ സമയത്ത് പറയുന്നത് ചോദ്യം വ്യക്തമാണ് പറയും. ഞാൻ പൊതുരംഗത്തേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും യുവജന പ്രസ്ഥാനത്തിലുമൊക്കെ ഉള്ള എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഈ ചോദ്യം ഉന്നയിച്ച വ്യക്തി ട്രൗസറിട്ട് നടക്കുന്ന കാലം അന്ന് അങ്ങാടി നിങ്ങൾ കണ്ടിട്ടില്ല. അതിന് മുമ്പ് ഞാൻ ഈ തിരൂർ ടൗണിനകത്ത് പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. പിന്നീട് മറ്റൊന്ന് TDF എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സാംസ്കാരിക സംഘടനയാണ്, അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. തിരൂരിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും, നിങ്ങളടക്കം ചോദ്യം ഉന്നയിച്ച ആളുകൾക്കും അതിൽ പങ്കാളികളാവാം. ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയുടെ നയവൈകല്യങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കാൻ തയ്യാറുള്ള സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിവിധ മേഖലകളിലെ വ്യക്തികൾക്ക് അതിനെ പ്രതിനിധാനം ചെയ്യാം. നിങ്ങൾക്കടക്കം അതിലേക്ക് കടന്നു വരാം. അതിന് ഒരു രാഷ്ട്രീയത്തിൻ്റെയും വേലിക്കെട്ടുകൾ അതിന് തടസ്സമാകുന്നില്ല. CPM ഒരിക്കലും തടസ്സമല്ല. CPM ആണ് അതിനെ സർവോത്മന സ്വാഗതം ചെയ്തതും അത്തരത്തിലുള്ള സാംസ്കാരിക വേദികളെയും ക്ലബ്ബുകളെയും എന്നും CPM പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വായനശാലകളെല്ലാം തന്നെ CPMൻ്റെ സംഭാവനകളാണ്. അത്തരത്തിലുള്ള വലിയ മുന്നേറ്റം തന്നെയാണ് കേരളം ഇന്ന് കാണുന്ന രൂപത്തിലാക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഇവിടെ പറയുന്നത് രണ്ട് മുന്നണികളുടെയും കള്ളത്തരം അവർ തന്നെ പുറത്തു പറയുകയാണ്, രണ്ടു കൂട്ടരും. ഇവിടെ പറഞ്ഞു കുടിവെള്ള പദ്ധതി എന്തായി 2003 സബ്ജക്റ്റായി ഇടതുപക്ഷമാണ് കൊണ്ടുവന്നത് മമ്മൂട്ടി സാഹിബ് പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്ന രണ്ടും അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ 20% കുടിവെള്ള പദ്ധതി നടന്നത്, ബാക്കി 80% മൂടി പുതയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് സ്റ്റേഡിയത്തിൻ്റെ എന്താ പറയുക വെച്ചെങ്കിൽ ലഫ്രിക്ക് റൂമില്ല, പ്ലെയേഴ്സിന് റൂമില്ല. നിങ്ങൾ എന്തിന് ഈ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് പെട്ടെന്നൊരു ഉദ്ഘാടനം? അത് ഇവിടെ മാത്രമല്ല, UDF ഗവൺമെൻറ് 4 മെട്രോ തൂണ് വെച്ചിട്ട് ട്രെയിൻ ഓടിച്ചു, UDF ഗവൺമെൻറ്റിൻ്റെ സാധ്യതയാണെന്ന് പറഞ്ഞിട്ട്. പിന്നൊന്ന് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നൊരു വാക്ക് ഇവിടെ ആരും സംസാരിച്ച കാര്യം നമുക്കറിയാം. ന്യൂനപക്ഷ ഫണ്ട് എന്നോ ഭൂരിപക്ഷ ഫണ്ടെന്നോ അങ്ങനെ ഫണ്ട് ഇവിടെ ഇല്ല. കാരണം ഇത് സംഘടിതപരമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർക്കും കിട്ടുന്നില്ല. അപ്പം മുസ്ലിം വിഭാഗം മലപ്പുറം ജില്ലയിൽ വെച്ച ന്യൂനപക്ഷ വിഭാഗമായിട്ട് മുസ്ലിം വിഭാഗമാണ്. ആ വിഭാഗത്തിന് തന്നെ ഇത് ശരിയായ രീതിയിൽ എത്തിപ്പെടുന്നില്ല. സംഘടിതപരമായ ഒരു ഗ്രൂപ്പ് മാത്രമാണ് അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഒന്ന് ആദിവാസികളുടെ കാര്യം മമ്മൂക്ക പറഞ്ഞല്ലോ. ഈ 60 കൊല്ലത്തിൽ ആദിവാസികൾക്ക് വേണ്ടി കേരള നിയമസഭയിൽ കോടിക്കണക്കിന് ഫണ്ടാണ് പാസ്സാക്കിയിരിക്കുന്നത്. ഓരോ ബഡ്ജറ്റിലും ആദിവാസികൾ ഇന്ന് വരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. കാരണം ഈ ഫണ്ട് എവിടെ പോകുന്നു? അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ഫണ്ട് വരുന്നുണ്ട്, ആ ഫണ്ട് ആദിവാസികൾക്ക് വരുന്നു, അവർ മുന്നോട്ട് വരുന്നില്ല. അപ്പൊ ഈ രണ്ട് മുന്നണികളും ആ ഫണ്ട് കൊള്ളയടിക്കുക ചെയ്യുന്നു ഇവർ ഭരിക്കുമ്പോൾ. അതേമാതിരി വിഘടനപരമായി തെറ്റായ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ നല്ല തിരൂരിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഗതാഗത കുറുക്കായാലും പൊതുശ്മശാനം ഭൂരിപക്ഷം വരുന്ന തിരൂരിലെ 6 പഞ്ചായത്തും വരുന്ന ഒരു മുനിസിപ്പാലിറ്റി ഇവിടെ സന്ദർശനം നടത്തുന്ന ഭൂരിപക്ഷം വിഭാഗത്തിന് വരുന്ന ഏറ്റവും കൂടിയ പൊതുശ്മശാനം. ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ ഭാരതീയർ അല്ലേ? വന്നവർക്കെല്ലാം ഭൂമി കൊടുത്ത്, ആരാധനയ്ക്ക് ആലയങ്ങൾ കൊടുത്ത്, ആരാധനയ്ക്ക് സ്ഥലങ്ങൾ കൊടുത്ത് ഇതൊക്കെ ചെയ്തവരാ. എല്ലാ പഞ്ചായത്തും നോക്കിക്കഴിഞ്ഞാൽ ചില പഞ്ചായത്തിലെ എല്ലാ ശ്മശാനങ്ങള് യാതൊരുവിധ അടിസ്ഥാന സൗകര്യവും ഇല്ല. അപ്പൊ ഈ രണ്ട് മുന്നണികളും എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല? അത് വലിയൊരു സംഭവമാണ്. ശവം മറവ് ചെയ്യാനുള്ളത് വലിയൊരു സംഭവമാണ്. ഗവൺമെന്റ് മുനിസിപ്പാലിറ്റി ഇതിനൊന്നും ഈ രണ്ട് മുന്നണികൾ ഇന്നുവരെ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ള സത്യമാണ്. ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് കൂടെ ചോദിക്കാനത് ഒരു മിനിറ്റ് ചോദിച്ചോളൂ. ബഹുമാനപ്പെട്ട തിരൂർ നിയോജക മണ്ഡലം മമ്മൂട്ടി സാറിനോടാണ് എൻ്റെ ചോദ്യം. കഴിഞ്ഞ VS ഗവൺമെൻറ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ പാർട്ടി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ മദ്യത്തിനെതിരെ നിരന്തരം സമരം ചെയ്യുന്നു. എല്ലാ ദിവസവും തുടർച്ചയായ സമരം ചെയ്യുന്നു. മലപ്പുറം ജില്ലയിൽ മദ്യം നിരോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. നേരെ മറിച്ച് അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും താങ്കളുടെ MLA ആയിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ എന്തുകൊണ്ട് അത്തരം ഒരു സമീപനം ഇതിൻ്റെ പേര് നിങ്ങൾ എടുത്തില്ല? അതുകൊണ്ട് നിങ്ങളുടെ മദ്യനയം എന്താണെന്നുള്ളത്. യെസ്, മദ്യനയം. രണ്ട് ചോദ്യമാണ്. ഒന്ന് മദ്യനയം, ഒന്ന് പൊതു ശ്മശാനത്തിന്റെ ഒരു സബ്ജക്റ്റ് ഇവിടെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും മദ്യത്തിനെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ബാറുകൾ അടച്ചു പൂട്ടുന്നത് മദ്യനിരോധനത്തിന്റെ ഭാഗമാണ്. അല്ല, ഞാൻ ക്ലോസ് മദ്യനിരോധനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബാറുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നതിനെതിരാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായ വിമർശനം UDF ഏൽക്കേണ്ടി വന്നത്. ആ ബാറുകൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്നത്
ഞങ്ങൾ പ്രകടന പത്രികയിൽ 10 വർഷം കൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം. ആ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് ആദ്യത്തെ ഘട്ടമായി ഞങ്ങൾ ഇത് അടച്ചുപൂട്ടുന്നു. അതിനനുസരിച്ച് ശേഷം ഓരോന്നോരോന്ന് കാര്യങ്ങൾ നീങ്ങും. ഇവിടെ സ്റ്റേഡിയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യാതെ സ്റ്റേഡിയം നിർമ്മാണം നടത്തി. സ്റ്റേഡിയം നിർമ്മാണം പാവപ്പെട്ട ജനങ്ങൾക്ക്, ഇവിടുത്തെ സ്പോർട്സ് പ്രേമികൾക്കും ഗുണകരമായി വർദ്ധിക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടെ കളി കളിച്ചു, ഒരു ടീമാണ് ടൂർണമെന്റ്. മദ്യത്തിന്റെ വിഷയം വീണ്ടും സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകാം. മദ്യത്തിന്റെ വിഷയം വരുമ്പോൾ മദ്യം പറയണം, സ്റ്റേഡിയം അല്ല പറയേണ്ടത്. മദ്യത്തോട് ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി പറയണം. ഇവിടെ ബീവറേജ് കോർപ്പറേഷന്റെ മുന്നിൽ നിങ്ങൾ പോയി നോക്കുക. നൂറുകണക്കിന് ആളുകൾ ബാറുകൾ പൂട്ടി എന്ന് പറയുന്ന ആളുകൾ ബാറുകൾ പൂട്ടിക്കൊണ്ട് ബീവറേജ് കോർപ്പറേഷന് മുന്നിൽ വലിയ രൂപത്തിലുള്ള കച്ചവടം നടത്തുക. ഇത് ആരുടെ മറ്റൊന്നായ മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് കാശ്മിയാജി. അല്ലല്ല, ഇത് ശരിയല്ല. ഒരു മാന്യമായി സംസാരിക്കും. ഞങ്ങളൊക്കെ പറയുമ്പോ ബഹളം ഉണ്ടാക്കാതെ ശരിയാണോ? ഇവരെ സ്ഥിരം പറയട്ടെ, എല്ലാവരും കൂടി അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യരുത്. ഇതില് ഒരു കൂടി എല്ലാവരോട് പറയുമ്പോൾ ബഹളമാക്കുന്നത് ശരിയല്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഈ മര്യാദ പാലിക്കണം. നിങ്ങൾ പറയുന്നത് ഇത് മറുപടി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഒരു കാര്യം ഞാൻ പറയാം. ഇത് മറുപടി പറയാൻ രണ്ടുപേരും പറയുമ്പോ കാര്യം ചെയ്യണം. ഒന്ന് നിങ്ങളെ ഒന്ന് സഹകരിക്കണം. ഞങ്ങൾക്ക് മാതൃക തരേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ഇങ്ങനെ വളം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് മറുപടി പറയുമ്പോ കേറി അസ്വസ്ഥമാണ്. ശരിയല്ല. അല്ല, അദ്ദേഹം പറയുന്നുണ്ട്, സമയം കൊടുക്കൂ അദ്ദേഹം പറയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കിയ, ഞാൻ ഇത്രയും ചർച്ച ജനങ്ങൾ കാണുന്നതുകൊണ്ട് ആ ജനങ്ങൾ വിലയിരുത്തട്ടെ ഈ ഇടപെടൽ. തീർച്ചയായും ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കേട്ടോ, പറയുമ്പോ അനുവദിക്കുന്നില്ല. ഒരു മാന്യമായ സദസ്സിന് മുമ്പിൽ സംസാരിക്കുമ്പോ ഇത്തരം ചർച്ചയിൽ വരുമ്പോ ഒരു മറുപടി അസഹിഷ്ണുത കാണിച്ചുകൊണ്ട് ആകെ ബഹളമാക്കി. ഇതാണ് കല്ലിങ്കൽ ചെയ്ത പണി. അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് തെറ്റായ മെസ്സേജ് കൊടുക്കുക. ഇത് ശരിയല്ല. കല്ലുകൾ മാത്രമല്ല, പറഞ്ഞുകൊണ്ടിരിക്കുക. പറയാ അസ്വസ്ഥനാണ്. ഇത് എന്താണ് ഈ അസ്വസ്ഥത? നേരത്തെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് സമാധാനപരമായിട്ട് ചർച്ച ചോദിക്കുന്നത് ഇനിയാണെങ്കിൽ ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുക ചെയ്യരുത്. നിങ്ങൾ ജനപ്രതിനിധികളാണ്. അതെ, നിങ്ങൾ സംയമനം പാലിക്കണം. നമ്മളെ സംബന്ധിച്ച് എനിക്ക് ചോദിക്കാനുള്ളത് NDA സ്ഥാനാർത്ഥിയോടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികളും ഉണ്ട്. പല പദ്ധതികളിൽ മുദ്രാ ബാങ്ക്, അതുപോലെ ആവാസ് യോജന എന്ന് പറയുന്ന പല പദ്ധതികൾ നടക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ബാങ്കുകൾ അത് വിതരണം ചെയ്യുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ചില പ്രത്യേക യൂണിയനുകളുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് അവിടുത്തെ എംപ്ലോയീസ് ചെയ്യുന്നതാണ്. അതായത് ഇത്തരം ആനുകൂല്യങ്ങൾ ജനങ്ങളിൽ എത്താതിരിക്കണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതേപോലെ തന്നെ അതിനുവേണ്ടി ഒരു നോഡൽ ഓഫീസ് സെൻട്രൽ ഗവൺമെന്റിന്റെ മലപ്പുറത്ത് വന്നിട്ടുണ്ട്. GPS സിസ്റ്റം വെച്ച് നോക്കിയാൽ പോലും കാണാത്തൊരു സ്ഥലത്താണ് ഓഫീസ് കൊണ്ടുവച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ഞങ്ങൾക്കറിയാം. NDA ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പല ഫണ്ടുകളും, ഈ ഒരൊറ്റ യോജനയുടെ മാത്രം എല്ലാ ഫണ്ടുകളും ആസൂത്രിതമായ നീക്കം സംസ്ഥാന സർക്കാരിൽ നിന്ന് ഇല്ലാത്തത് കൊണ്ട് എല്ലാ ഫണ്ടും ലാപ്സ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങൾക്ക് എത്തിക്കുന്നില്ല. പക്ഷെ എത്തിക്കുന്നുണ്ട്. ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് നേടിയെടുക്കുക, അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് നേടിയെടുത്ത് അത് അവരിലൂടെയാണ് നടപ്പാക്കിയെന്ന് ആക്കി തീർക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പല ഫണ്ടുകളും ഈ രണ്ട് മുന്നണികൾ മാറ്റിയെടുക്കപ്പെടുന്നുണ്ട്. അത് നമ്മൾ NDA ഗവൺമെന്റ് കേരളത്തിൽ ഭരണത്തിൽ വരികയാണെങ്കിൽ അത് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തിക്കും. അല്ല, യാതൊരു സംശയവും വേണ്ട. ചോദ്യം 3 പേരോടുമാണ്. നമ്മുടെ തിരൂരിൽ ഒരു ചെറിയ ഇടവേള ഒഴിച്ചാലൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തിരൂർ മണ്ഡലത്തിൻ്റെ ഒരു വലിയ ശാപമെന്ന് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊരു വ്യവസായ സ്ഥാപനം ഇല്ല എന്നുള്ളതാണ്. ഒരു 10 പേർക്ക് തൊഴിലുള്ള ഒരു വ്യവസായ സ്ഥാപനം ഇതുവരെ ഇല്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൻ്റെ ഒരു വലിയ ശാപമായി കാണുന്നു. ഇതിൽ 3 പേർക്കും എന്താണ് പറയാനുള്ളത്? അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടിയുള്ളത്, തിരൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയമല്ലെങ്കിലും തിരൂർ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമെന്ന ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ഒരു വലിയ സംഭവമുണ്ട്. തിരൂരിൻ്റെ വികസനത്തിന് വേണ്ടി തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന്. ഈ കാര്യത്തിൽ നിങ്ങളുടെ 3 പേരുടെയും നിലപാടെന്താ?
മാൽക്കോടെക്സ് എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനം നമ്മുടെ നിയോജകമണ്ഡലത്തിലുള്ളത് വളരെ നല്ല നിലയിൽ ഒരുപാട് ആളുകൾ ജോലി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കെൽടെക്സ് എന്ന് പറയുന്നൊരു പുതിയൊരു വ്യവസായ സ്ഥാപനവും നന്നായി നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ഭരണം വന്നിട്ട് 41.5 കോടി രൂപ ചെലവഴിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ആകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അത്യാധുനികമായ കാറിൻ്റെ അപ്പോൾസ്റ്ററി പോലെയുള്ള അതുപോലെ തന്നെ ലേ ചെയ്യുന്ന കാർപ്പറ്റുകൾ, അത് ഇങ്ങനെയുള്ള അതിവിപുലമായ വൻ സംരംഭം, അത് കംപ്ലീറ്റ് എക്സ്പോർട്ട് ഓറിയൻറ്റഡാണ്. അതുപോലെ ലിനൻ ഷർട്ടുകൾ, ഏറ്റവും ക്വാളിറ്റിയുള്ള ലിനൻ ഷർട്ടിൻ്റെ പ്രൊഡക്റ്റ് അവിടെ നടന്നു കംപ്ലീറ്റ് എക്സ്പോർട്ട് ചെയ്യാൻ. ഇത്രയും മനോഹരമായി നടക്കുന്ന, ഇത്രയും നല്ല നിലക്ക് സുതാര്യമായി നടക്കുന്ന ഒരു സ്ഥാപനം വേറെ എവിടെയില്ല. ഏറ്റവും നല്ല നിലക്ക് മുന്നോട്ട് പോവുക. പിന്നെ നമുക്ക് ജനങ്ങൾ കൂടുതൽ ചെയ്യുന്ന ഏറ്റവും ഒരു മേഖലയിൽ കടന്നു വരുന്ന ഒരു വ്യവസായ സ്ഥാപനം ഇവിടെ നമുക്ക് ആരംഭിക്കേണ്ടത്. അതിനെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഫീസിബിളായി എല്ലാവർക്കും കൂടുതൽ ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളത് വ്യവസായ രംഗത്ത് ഇപ്പോൾ സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റാണ് കൂടുതൽ നടക്കുന്നത്. അത് ഇടതുപക്ഷമായാലും UDF ആയാലും അവരാരും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരില്ല. ആ തുടങ്ങി 2 മാസം കഴിയുമ്പോഴേക്ക് കൊടിയുമായി സമരമായി പ്രശ്നമായി. നോക്കുകൂലി വാങ്ങുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ. നോക്കി നിൽക്കുന്ന ഒരു കൂലി വാങ്ങുന്ന സംസ്ഥാനം. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രവണതകളൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും ആരും നടക്കില്ല. ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ബന്ധുകളാണ്. ആ ബന്ധ് നടക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് വിദേശ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. അതിപ്പോ IT മേഖലയിൽ 15,000 കോടി മറുപടി പറയട്ടെ എക്സ്പോർട്ട് ചെയ്യുന്ന സംഗതി നടക്കുകയാണ്. അപ്പൊ അത്യാധുനിക രൂപത്തിൽ ഏറ്റവും പുതിയ സംരംഭം നിലക്ക് UDF ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് വില്ലേജ്, പ്രൊഫഷണലായിട്ട് പഠിച്ചു വരുന്ന എഞ്ചിനീയർ പൊതുവെ മേഖലയിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് സ്റ്റാർട്ടപ്പ് വില്ലേജ് കൊടുക്കുന്ന പൂർണ്ണ എല്ലാ ഹെൽപ്പും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ അതുവഴി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇക്കണ്ട കാലം അത്രയും അധികാരത്തിലിരുന്നിട്ട് തിരൂരിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ ഭംഗിയായി നടന്നിരുന്നായിരുന്നു സപ്ലൈകോയുടെ ഗോഡൗണ്, ത്രിവേണി സ്റ്റോർ. നിങ്ങളൊന്ന് പോയി നോക്കണം പുത്തനത്താണ്ടിൽ. അത് അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ തുരുമ്പെടുക്കുക. അതിനുവേണ്ടി ഒരു ചെറു വിരലനക്കുന്നതിന് വേണ്ടി പോലും നമ്മുടെ ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല. നെന്മാ സ്റ്റോർ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. ഇവിടെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഇവർ കൊണ്ടുവരില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ട് മറ്റാക്ഷേപങ്ങൾ ഉന്നയിക്കുക. പിന്നെ സ്വകാര്യ പങ്കാളിത്തത്തെ പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടി വരുന്ന അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ MLAയുടെ ശ്രമഫലമായിട്ട് വരുന്നതല്ല. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധികൾ ഉണ്ടാക്കും. ഒരു സമൂഹത്തെ, ഇവിടുത്തെ ജനതയെ നിലനിർത്തുന്ന, അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന, രാവും പകലും മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന, അധ്വാനിച്ച് ഉറക്കമൊഴിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ST തൊഴിലാളികൾ അടക്കം വരുന്ന ആളുകളെ നോക്കുകൂലി വാങ്ങുന്ന ആളുകളാണെന്ന് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അത് ആണ് ഈ കല്ലുങ്കല്ലും പറഞ്ഞിട്ടുള്ളത്, പട്ടർക്കാവിലും പറഞ്ഞിട്ടുള്ള ഇത്തരം വർത്തമാനങ്ങളാണ് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഒരു പാവപ്പെട്ട ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ച്, ഒരു തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച്, നൂറുകണക്കിന് ST തൊഴിലാളികളുള്ള സ്ഥലം അവരെ ഈ രൂപത്തിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. വ്യവസായ മേഖലയിൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് തിരൂർ നിയോജക മണ്ഡലം. കാരണം 10-60 വർഷം ഭരിച്ചുവെങ്കിലും പലപ്പോഴും അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കീഴിലാണ് വ്യവസായ മേഖല വന്നിട്ടുള്ളത്. എത്രയോ വികസനം തിരൂരിൽ കൊണ്ടുവരാമായിരുന്നു, അതിവിടെ എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പം 2 അദ്ദേഹം പറഞ്ഞു, NDA ഭരണത്തിൽ വന്നു കഴിഞ്ഞ കേന്ദ്രാനുമതിയോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് വ്യവസായ സ്ഥാപനങ്ങൾ പാലക്കാടും കോട്ടയത്തൊക്കെ തുടങ്ങുന്നത് മാതിരി തിരൂർ നിയോജക മണ്ഡലത്തിൽ വ്യവസായത്തിന് വേണ്ടിയതായിട്ടുള്ള കാര്യങ്ങൾ മുൻഗണനയോടുകൂടി നടപ്പാക്കും. വേറെ ഒരു വിഷയം കൂടെ പറയാനുള്ളത്, ഒരു ചെറിയൊരു സോഷ്യൽ വെൽഫെയറിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. മൾട്ടിനാഷണൽ കമ്പനികളുടെ സെമിനാർ സെന്ററുകൾ തുടങ്ങി അതാത് ആ വെൽഫെയർ മെമ്പറായുള്ളവർക്ക് നേരിട്ട് IT മേഖലയിലേക്കോ അവരെ കഴിവ് തെളിയിച്ചുകൊണ്ട് അവർക്കുള്ള നേർമുഖം ഇവിടുന്ന് തന്നെ ഇന്റർവ്യൂവിന് എടുക്കുന്ന പരിപാടികൾ ഞാൻ സംഘടിപ്പിക്കാറുണ്ട്. NDA ഭരണത്തിൽ ഞാനൊരു നിയോജക മണ്ഡലത്തിന് അനുവദിച്ച് ഇവിടെ ജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മൾട്ടിനാഷണൽ കമ്പനികളെ തിരൂരിൽ കൊണ്ടുവന്ന് വളരെ കഴിവും, ഇന്ന് പഴയ മാതിരിയല്ല തിരൂരിലെ പെൺകുട്ടികളെല്ലാം വളരെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിൽക്കുകയാണ്. അവർക്ക് ഉദ്യോഗം തേടി പുറത്തു പോയിക്കൊണ്ട് തിരൂരിൽ എന്തുകൊണ്ടാണ് നടക്കുന്നില്ല? അതിന് വേണ്ട സൗകര്യം ഇവിടെ തീർച്ചയായിട്ടും ഒരുക്കും. അതിനിടയിൽ ഒരു വാക്കുകൂടെ എനിക്ക് പറയണം, ഒരൊറ്റ സെക്കൻഡ്. അല്ലെ ഈ 2 മുന്നേ ഇപ്പോഴും പറയുന്നില്ല, പൊതു ശ്മശാനത്തിന് വേണ്ടി ഇവരെ വാക്കുമുണ്ടുന്നില്ല. അതെന്താണ്? ജനങ്ങളെ കവളിപ്പിക്കണം. ഭൂരിപക്ഷം വരുന്ന വിഭാഗത്തിന്റെ വാക്ക്. പൊതു ശ്മശാനത്തിന് എവിടെ സ്ഥലമുണ്ടെങ്കിലും അനുവദിക്കുന്നതും അതിന് എല്ലാ ഗ്രാൻറ്റും ഗവൺമെന്റ് കൊടുക്കും. അതിനുള്ള സംവിധാനം എല്ലാ സ്ഥലത്തും എല്ലാ പഞ്ചായത്തിലും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആര് തരാനുള്ള ഫുൾ ഫണ്ട് ഗവൺമെന്റ് കൊടുക്കും, അതിനെല്ലാ സംവിധാനവും ചെയ്യും.
അത് കിട്ടാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ല അത് വിചാരിച്ച ഒരു പൊതു സംസ്ഥാനത്തിന് ന്യായമായ ഒരു ആവശ്യമാണ്. പൊതുശ്മശാനത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ നിലപാട് നമ്മുടെ തൊട്ടുപിറകിലുള്ള ഈ പുറ്റിലത്തറ പോലും അത് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യന്റെ ഈ പറയുന്നതിൽ വസ്തുത ഉണ്ട്. ഇവിടുത്തെ മറ്റു സമുദായങ്ങൾക്ക് സംവിധാനങ്ങളുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന ഈ ഹൈന്ദവ സമുദായത്തിലെ സഹോദരന്മാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിൻ്റെ അപര്യാപ്തത ഉണ്ട്. ആ വസ്തുത ഇടതുപക്ഷം ശരിയായിട്ട് മനസ്സിലാക്കുന്നു. ഈ പൊറ്റിലത്തറ പോലും ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ കടുങ്ങാത്തുണ്ട് ഭാഗത്ത് അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ, ഹൈന്ദവ സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ചെറിയ സ്ഥലം വാങ്ങി. ആ സ്ഥലം വാങ്ങിയിട്ട് അതിലേക്കൊരു വഴിക്ക് വേണ്ടിയിട്ട് അവർ 100 തവണ നടന്നിട്ടും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ, തിരൂരിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ആ വിഷയം പരിഹരിച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്ത് വില കൊടുത്തത് പാലിക്കും. മാത്രമല്ല സ്ഥലം ലഭ്യമായിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളിലും അവിടുത്തെ ജനസംഖ്യയുടെയും മറ്റ് പ്രാതിനിധ്യത്തിൻ്റെയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത്തരം സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തിയിലും ഇടതുപക്ഷവും ഞാൻ ജനപ്രതിനിധിയായിട്ട് വരികയാണെങ്കിൽ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചർച്ച ഇനി നീട്ടിക്കൊണ്ടുപോകാൻ സമയപരിധിയുണ്ട്. വളരെ ചുരുക്കിയിട്ട് ഈ 3 നിങ്ങൾക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് വളരെ ചുരുക്കിയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്താണ് ഇനി വോട്ടർമാരുടെ അടുത്ത് പറയാനുള്ളത് വളരെ ചുരുക്കിയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക്. കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്താണ് എന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട്, അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. പാവപ്പെട്ട ജനങ്ങൾക്കും സാധാരണക്കാർക്കും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് എല്ലാ നിലക്കും അടിസ്ഥാന വർഗം, മാനസിക വൈകല്യമുള്ളവർ, പാവപ്പെട്ട നിരാലംബര്, നിരാശ്രയര്, വിധവകൾ, കഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്തിട്ടുള്ള വലിയൊരു കാര്യങ്ങളുടെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. അത് ജനങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനസമ്പർക്ക പരിപാടിയിലൂടെ കിട്ടിയ ലക്ഷോപലക്ഷം അപേക്ഷകൾ എന്ന് പറയുന്ന അത്രയും കുടുംബങ്ങളുടെ പ്രശ്നമാണ്. ആ പ്രശ്നവും പരിഹരിച്ച് പൂർണ്ണമാക്കി, അങ്ങനെ എല്ലാം സമ്പൂർണ്ണമാക്കിക്കൊണ്ടാണ് തങ്ങൾ പ്രകടന പത്രികയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ 100% നടപ്പാക്കിക്കൊണ്ട് പാവങ്ങളായ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന സുപ്രധാനമായ ഇനം കഴിഞ്ഞ എല്ലാ പ്രകടന പത്രികയിലെ കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ഈ നിയോജകമണ്ഡലം സമഗ്രമായ ഇനിയും ബൃഹത്തായ പദ്ധതികൾ കൊണ്ടുവന്ന് തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും പൂർണ്ണമായും ആവിഷ്കരിച്ച് നടപ്പാക്കും. അതിനുവേണ്ടി ജനങ്ങൾ സഹകരിക്കണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത്. ഇവിടെ പറയാനുള്ളത് എല്ലാവർക്കും ഭൂമി എന്നുള്ളത് 2ാം ഭൂപരിഷ്കരണം കൊണ്ടുവരാനാണ് NDA സർക്കാർ ഇവിടെ പരിശ്രമിക്കുന്നത്. 66,000 ഏക്കർ ഭൂമി കുത്തക മുതലാളികളെ കീഴിലുള്ള, അത് കാലാവധി പാട്ടകാലാവധി തീരാൻ പോവുകയാണ്. അത് തിരിച്ചു പിടിച്ച് 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇവിടെയുള്ള എല്ലാവർക്കും വീട് കൊടുക്കുവാനും ശ്രീനാരായണ ഗുരു പാർപ്പിട പദ്ധതിയുടെ കീഴിൽ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യഥാർത്ഥമാക്കുവാനും എല്ലാ വിഭാഗത്തിലെ വിദ്യാർത്ഥികളും സ്കോളർഷിപ്പ് കൊണ്ടുവന്ന് അവരെ പഠിത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടെ എല്ലാവർക്കും സമചിത്തമായ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ഭാവിക്ക് വേണ്ടി. കാരണം നമുക്കെല്ലാം അറിയാം, എൻ്റെ ചെറുപ്പകാലത്തെല്ലാം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാം തോളോട് തോൾ ചേർന്ന് ഓണമായാലും വിഷു ഒന്നായി കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് തമ്മിൽ കാണുമ്പോൾ മാനസികപരമായിട്ട് തമ്മിൽ മനസ്സിൽ ഈർഷ്യം വെച്ച് വളർത്തുന്നു. ഇത് ഈ 2 മുന്നണികളുടെയും ആശയങ്ങളെ നിലനിൽക്കുവാൻ വേണ്ടി ഇവരെ വ്യത്യസ്തരായി പിരിച്ചു നിർത്തുകയാണ്. അതിൽ നിന്നെല്ലാം എല്ലാം ഒന്നാണ്. അലിക്കാക്കായും മമ്മൂക്കായും നാരായണൻകുട്ടിയും എല്ലാം ഒന്നായി ജീവിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയായി സ്വപ്നം കാണാനേ കഴിയുള്ളൂ. കാരണം അതൊക്കെ നശിച്ചുപോയി കേരളത്തിൽ. അത് ഉയർത്തെഴുത്തിപ്പിടിച്ച് NDA ഭരണത്തിൽ വന്ന സമചിത്തമായ എല്ലാവരും ഒന്നായ സാഹോദര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഭരണം ഇവിടെ കാഴ്ചവെക്കാൻ കഴിയും, വികസനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDFന്റെ ഭരണം കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളെയും പ്രയാസങ്ങളുടെയും ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ കോടികളുടെ വാഗ്ദാനമല്ല, പൊള്ളയായ വാഗ്ദാനമല്ല, യഥാർത്ഥത്തിലുള്ള വികസനം സാധാരണ മനുഷ്യൻ്റെ പുരോഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരൂർ നിയോജക മണ്ഡലത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഫ്ലക്സ് ബോർഡുകളിലോ പേരുകളോ കുത്തിവെക്കലല്ല ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളായിട്ടുള്ള കുടിവെള്ളം, വോൾട്ടേജ് കടന്നു ചെല്ലാത്ത കൽപ്പകഞ്ചേരിയുടെ വിവിധ പ്രദേശങ്ങളിലേക്കും ആദവനാട് പ്രദേശങ്ങളിലേക്ക് ഇന്ന് പോലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത 100 പ്രദേശങ്ങളുണ്ട്. അവിടത്തേക്ക് വെളിച്ചമെത്തിക്കുന്നതിന് വേണ്ടി സമ്പൂർണ്ണമായിട്ട് ഒരമ്മ പോലും തൊണ്ട വരണ്ടുകൊണ്ട് തിരൂർ മണ്ഡലത്തിൽ ജീവിക്കാതെ
വരാതിരിക്കാൻ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി പ്രയാസപ്പെടാതിരിക്കാൻ സമ്പൂർണ്ണമായിട്ടുള്ള കുടിവെള്ള പദ്ധതി, ചെറുതും വലുതുമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പദ്ധതിക്കായിരിക്കും ഇടതുമുന്നണിയുടെ പ്രതിനിധിയായിട്ട് വിജയിച്ചു വരികയാണെങ്കിൽ ഞാൻ ആദ്യം പരിഗണന കൊടുക്കുക. മാത്രമല്ല, യുവാക്കൾ നേരിടുന്ന അവരുടെ തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കർണാടകത്തിനെയും തമിഴ്നാടിനെയും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന നൂറുകണക്കായ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസം തിരൂർ മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളിൽ തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടി സമഗ്രമായി കൊണ്ടുള്ള ബാങ്കുകളിൽ പോയി ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട വയോധികരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, വികലാംഗരായിട്ടുള്ള മനുഷ്യർ, വിധവകളായിട്ടുള്ള സ്ത്രീകൾ ബാങ്കുകളിൽ പോയി മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ് 500 രൂപയുടെയും 600 രൂപയുടെയും പെൻഷന് വേണ്ടിയിട്ട്. ആ പെൻഷൻ എന്നുള്ളത് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുവാൻ ഇവിടുത്തെ യുവാക്കളുടെ സ്വപ്നമായിട്ടുള്ള സ്റ്റേഡിയത്തെ എങ്ങനെയാണോ തിരൂരുകാർ സ്വപ്നം കണ്ടിരുന്ന സ്റ്റേഡിയം, അതുപോലുള്ളൊരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും മിനി ഇൻഡസ്ട്രിയൽ പാർക്കും മിനി സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും ജനപ്രതിനിധി എന്ന് പറയുന്നത് നേരിട്ട് സംവദിക്കുവാൻ കഴിയാവുന്ന, നേരിട്ട് അഭിപ്രായങ്ങൾ പറയാൻ കഴിയാവുന്ന, ഒരു മണ്ഡലം പ്രസിഡന്റിൻ്റെയും കത്ത് കൂടാതെ തന്നെ തിരൂരിലെ മുഴുവൻ ആളുകൾക്കും ഏത് നിമിഷവും കടന്നു വരാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു ജനപ്രതിനിധിയായിക്കൊണ്ട് കേരളത്തിൽ തന്നെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കാൻ ഒരു തരത്തിലുള്ള പക്ഷപാതിത്വവും ആരോടും കാണിക്കാതെ ഈ തിരൂർ നിയോജക മണ്ഡലത്തിൻ്റെ മുഴുവൻ പഞ്ചായത്തുകളിലും തിരൂരിൽ വരാനിരിക്കുന്ന പുതിയ MLAക്ക് ഓഫീസുകൾ ഉണ്ടായിരിക്കും, എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടായിരിക്കും. അവിടെ വന്നുകൊണ്ട് ജനങ്ങളുടെ വേവലാതികളും ആവലാതികളും അവർക്ക് പറയാം. അവരുടെ പ്രശ്നങ്ങൾക്ക് കപട രാഷ്ട്രീയ ബോധമില്ലാതെ തന്നെ മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ വിനീതൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഇടതുപക്ഷത്തിൻ്റെ സാരഥിയായി മത്സരിക്കുന്ന ഈ വിനീതനെ വിജയിപ്പിക്കണമെന്നാണ് നല്ലവരായിട്ടുള്ള എൻ്റെ മുഴുവൻ തിരൂരുകാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രധാനപ്പെട്ട മുന്നണികളുടെ നിലപാടുകൾ അവരോട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ജനം തീരുമാനിക്കട്ടെ, തിരൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ആരെ എത്തിക്കണമെന്ന് ജനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.